السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فباب تغليظ تحريم الربا. قال الله تعالى: أعوذ بالله من الشيطان الرجيم. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس، ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا، فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله، ومن عاد فأولئك أصحاب النار هم فيها خالدون. يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم. إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദുസ് സാലിഹീനിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ അവസരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള അധ്യായം ബാബു തഗ്ലീദ് തഹ്രീമിർ റിബ. തഗ്ലീദ്, ഗൗരവം മനസ്സിലാക്കി തരുന്ന അധ്യായം. വളരെ കഠിനമായ ഗുരുതരമായ കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അധ്യായം. അതാണ് തഗ്ലീദ്, ഏറ്റവും ഗൗരവതരമായ എന്നർത്ഥം. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? തഹ്രീമിർ റിബ, പലിശ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു പദപ്രയോഗമാണ് ഇൻട്രസ്റ്റ്, പലിശ, റിബ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അത്യധികം വളരെ നിഷിദ്ധമായ ഗുരുതരമായ സബഉൽ മൂബിഖാത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള ആ ഹദീസുകളിൽ എണ്ണി പറഞ്ഞിട്ടുള്ള പാപവും കൂടിയാണിത്, പലിശ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 275 മുതൽക്കുള്ള ഏതാനും ആയത്തുകൾ ഇതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്തിനെ സംബന്ധിച്ച്, ഗൗരവത്തെ സംബന്ധിച്ചാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെയേറെ ജാഗ്രത പാലിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. കാരണം ഇതിൻ്റെ ശിക്ഷ അതികഠിനമാണ്. ഇതിനെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങളൊക്കെ വളരെ ഗൗരവത്തോടുകൂടെയാണ് അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളതും. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഏറെ കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അറിഞ്ഞും അറിയാതെയുമൊക്കെ പലിശയുടെ നീരാളി പിടുത്തത്തിൽ ജനങ്ങൾ അമർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞാൽ തന്നെയും അതൊന്നും അത്ര ഒരു വിഷയമല്ല, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അതൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന നിസ്സാരവൽക്കരണവും ഈ മേഖലയിൽ വളരെ പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള മുഴുവൻ ആളുകളും സഗൗരവം മനസ്സിരുത്തേണ്ടുന്ന വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങൾ മുഴുവനും. അള്ളാഹു പറയുന്നു: അല്ലദീന യഅ്കുലൂന റിബ, പലിശ ഭുജിക്കുന്നവർ, പലിശ തിന്നുന്നവർ. തിന്നുക എന്നുള്ളതൊരു പ്രയോഗമാണ്. പലിശ മുതൽ കൊണ്ട് മനുഷ്യൻ തിന്നുന്നത് മാത്രമല്ല തെറ്റ്. അതുകൊണ്ട് ഡ്രസ്സ് ഉടുക്കുന്നതും വീടുണ്ടാക്കുന്നതും വാഹനം വാങ്ങുന്നതും അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം സൗകര്യങ്ങൾക്ക് വേണ്ടി ആ പണം ഉപയോഗപ്പെടുത്തുന്നുവോ എല്ലാം ഒരുപോലെ നിഷിദ്ധം തന്നെയാണ്. പിന്നെ എപ്പോഴും പലിശയെക്കുറിച്ച് ആയത്തിലും ഹദീസിലൊക്കെ പറയുമ്പോൾ അത് തിന്നാന്നാണ് പറയുക. കാരണം മനുഷ്യൻ ഈ രൂപത്തിലുള്ളതൊക്കെ ചെയ്യുന്നത് ഇത് തിന്നാൻ വേണ്ടിയാണല്ലോ, ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണല്ലോ. അതുകൊണ്ട് എപ്പോഴും ആ രൂപത്തിലുള്ള ഒരു ശൈലിയിലാണ് പ്രമാണങ്ങളിൽ നമുക്കതിനെ സംബന്ധിച്ചുള്ള പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ പലിശ ഭക്ഷിക്കുന്നവർ അവരുടെ ഗൗരവം പറയാണ്. ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുന്നതല്ല.
ലാ യഖൂമൂന, അവർ എഴുന്നേൽക്കുകയില്ല. ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്സി, പിശാച്ച് തള്ളിയിട്ടവൻ എഴുന്നേൽക്കുന്നത് പോലെ, പിശാച്ച് തള്ളിയിട്ട് അവിടെ കിടന്നങ്ങനെ കുഴപ്പമുണ്ടാക്കി ഒരു ഭ്രാന്താവസ്ഥയിൽ, ഉന്മാദാവസ്ഥയിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനോരോഗിയെപ്പോലെയല്ലാതെ അവൻ എഴുന്നേൽക്കുകയില്ല. ഇവിടെ ലാ യഖൂമൂന എന്ന് പറഞ്ഞിടത്ത് അവർ എഴുന്നേൽക്കുകയില്ല എന്ന് പറഞ്ഞതിന് ഉലമാക്കൾ രണ്ട് വിധത്തിലുള്ള വ്യാഖ്യാനം അവിടെ വ്യത്യസ്ത രീതിയിൽ നൽകിയിട്ടുണ്ട്. രണ്ടായിരുന്നാലും വിഷയം ഗൗരവമാണ്. അവരെഴുന്നേൽക്കൂല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ലാ യഖൂമൂന മിൻ ഖുബൂരിഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ ഖബറുകളിൽ നിന്ന് അവർ എഴുന്നേൽക്കുന്നതല്ല. ഇല്ലാ അലാ ഹാദൽ വസ്ഫി, ഈ രൂപത്തിൽ അവർ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടാവുക. മഹ്ശറിലേക്കുള്ള യാത്രയിൽ ഓരോരുത്തരും അവരുടെ ഖബറുകളിൽ നിന്ന് മനുഷ്യന്മാർ മഹ്ശറിലേക്ക് രണ്ടാമത്തെ ഊത്തോടു കൂടി മഹ്ശറിലേക്ക് പുറപ്പെടുമല്ലോ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബി യൂഫിദൂൻ. അള്ളാഹു പറഞ്ഞല്ലോ, അവരവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് വരും. എല്ലാവരും പുറത്തേക്ക് വരും, മോമിനും എല്ലാവരും വരുമല്ലോ. അപ്പോൾ അതിൽ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുള്ള ആള് ഖബറിൽ നിന്ന് മഹ്ശറിലേക്കുള്ള അവൻ്റെ എഴുന്നേൽപ്പിൻ്റെ ഘട്ടത്തിൽ പോലും അവനിൽ ആ അടയാളം പ്രകടമായിരിക്കും. യഖൂമൂന മിനൽ ഖുബൂരി കഅന്നഹും മജ്ജാനീൻ, ഭ്രാന്തന്മാരെ പോലെയാണ് അവൻ എഴുന്നേൽക്കുക. അവൻ്റെ ആ ഭാവങ്ങളും ചേഷ്ടകളും ഒക്കെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു നട്ടപ്പിരാന്തൻ്റെ കോലങ്ങളും കളികളും ആ രൂപത്തിലുള്ള ഒരു വഷളാക്കപ്പെടുന്ന അവസ്ഥ ആയിരിക്കും ശൈത്താൻ്റേതായ. അതിനെ ഉപമിച്ചതെന്തിനോടാണ്? ശൈത്താൻ ബാധിച്ചിട്ടുള്ള ആളുകൾ, പിശാച്ച് ബാധ മനുഷ്യൻ്റെ ശാരീരികമായി തന്നെ പിശാച്ച് മനുഷ്യനെ ബാധിക്കുമെന്നുള്ളതാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. പിശാച്ചിന് മനുഷ്യനെ ശാരീരികമായി ഒന്നും ഉപദ്രവിക്കാനാവില്ലെന്നും കേവലം വസ്വാസുകൾ കൊണ്ട് മാത്രമേ പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അഹ്ലുസുന്ന അല്ലാത്ത ബിദ്അത്തുകാരൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അഹ്ലുസുന്ന പറയുന്നത് വസ്വാസ് മാത്രമല്ല, വസ്വാസ് അല്ലാത്ത നിലക്ക് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും പൈശാചികമായ ബാധകളാൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക, കൈകാലുകളിട്ട് തല്ലുക, അപസ്മാര രോഗികൾ കാണിക്കുന്നില്ലേ, അത് മനുഷ്യൻ്റെ നെർവ് സംബന്ധമായിട്ടല്ലാതെ പൈശാചികമായിട്ടുള്ള ബാധകളാലും ആ വിധത്തിലുള്ള ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഒരുതരം ഉന്മാദാവസ്ഥ, ഒരുതരം ഭ്രാന്താവസ്ഥ മനുഷ്യനിൽ പ്രകടമാകും, പൈശാചികമായ ബാധ അങ്ങനെ ബാധിക്കും എന്നുള്ളതിന് തെളിവായിട്ട് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന പ്രമാണം തന്നെയും ഈ ആയത്താണ്. പിശാച്ച് മനുഷ്യ ശരീരത്തിൽ പോറലുകൾ ഏൽപ്പിക്കും, അതല്ലെങ്കിൽ ശാരീരികമായി തന്നെ മനുഷ്യനിൽ പിശാച്ച് ബാധ കൊണ്ട് പ്രത്യേകമായ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് അഹ്ലുസുന്ന ഒന്നാം പ്രമാണമായ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കുന്നത് പോലും ഈ സൂക്തമാണ്. ഏത് സൂക്തം? പലിശക്കാരി അവരുടെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുന്നത് ആരെപ്പോലെയായിരിക്കും? ഇല്ലാ കമാ യഖൂമു, ഒരുത്തൻ എഴുന്നേൽക്കുന്നത് പോലെയായിരിക്കും. എങ്ങനെയുള്ളവനാണവൻ? അല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു, പിശാചവനെ മറിച്ചിട്ടിരിക്കുന്നു, മിനൽ മസ്സി, അവൻ്റെ ബാധ നിമിത്തം. അപ്പം ആ രൂപത്തിലാണ് അവർ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ദുനിയാവിലെ കാര്യം തന്നെയും അതാണ്. ലാ യഖൂമൂന ലിർരിബ ലിഅന്നഹും യഅകുലൂന الرിബ വകഅന്നഹും മജ്ജാനീന മിൻ ശിദ്ദത്തി തമഇഹിം വജശഇഹിം വശുഹിഹിം ലാ യുബാലൂന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് മനുഷ്യൻ്റെ ആർത്തിയെ ഉപമിച്ചതാണ്. ദുനിയാവിൽ തന്നെയും ആഖിറത്തിൽ അങ്ങനെ നടക്കും എന്നുള്ളതിന് ഈ പണ്ഡിതന്മാർ എതിരല്ല. അതോടൊപ്പം ദുനിയാവിലും അവർക്ക് ഈ ഉപമ ഫിറ്റാണെന്നാണ്. കാരണം ഒരു ഭ്രാന്തന് തൻ്റെ കയ്യിൽ കിട്ടിയ പണം എപ്രകാരമാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്നൊന്നും അറിയില്ല. ഒരു ആർത്തി പൂണ്ട ഒരു ഭ്രാന്തൻ്റെ മനോരോഗിയുടെ കയ്യിൽ ഭക്ഷണം കിട്ടിയാൽ അവൻ എത്ര ആർത്തിയോട് കൂടെ അത് കടിച്ചു വാരി ആരോ നോക്കുന്നുണ്ടോയെന്നൊന്നും ചിന്തിക്കൂല. അതിങ്ങനെ ഭയങ്കര ഒരു ആർത്തി പണ്ടാരെന്ന് നമ്മൾ പറയില്ലേ, ആ രൂപത്തിൽ അവൻ കടിച്ചു വലിച്ച് അവിടെ ഇവിടെയും കുറേ വാരി തേച്ച് ഒക്കെ കൂടി വാരി ഇങ്ങനെ വായിലേക്ക് ഇങ്ങനെ ആക്കി അവൻ്റെ ആ തീറ്റയുടെ ആർത്തി അത് ഉപമിച്ചതാണ്. ഇപ്പോൾ ദുന്യാവിൽ തന്നെയും അവരുടെ ആർത്തിയെ പറ്റിയാണ് ആ പറഞ്ഞത്. ഭ്രാന്തന്മാരുടെ കയ്യിൽ, മനോരോഗികളുടെ കയ്യിൽ അവന് ഭക്ഷണം കിട്ടിയാൽ അവൻ ആർത്തിയോടുകൂടെ അതിൽ കൈയിട്ട് വാരി വായിലും മൂക്കിലൊക്കെ വാരി തേക്കും പോലെ ഈ പലിശയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ നാച്ചുറൽ സ്വഭാവം തന്നെ എന്തായിരിക്കും? അപാരമായ ഒടുങ്ങാത്ത ആർത്തിയായിരിക്കും പണത്തോട്. അവർക്കിതിന് കഴിയുള്ളൂ. പാവപ്പെട്ടവൻ കൊടുങ്ങുന്ന സമയത്ത് കടം വാങ്ങിയിട്ട് അവൻ്റെ ചോരയിൽ നിന്നാണല്ലോ ഒരു വീതം ഇവൻ ഈ നക്കി കുടിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ആ ഉദാഹരണ ദുന്യാവിലാണെങ്കിലും ഫിറ്റാണ്. ഇനി ആഖിറത്തിൽ അവൻ്റേതായ അവനെ വഷളാക്കുന്ന നിലക്ക് തന്നെയായിരിക്കും അവൻ ഖബറിലേക്ക് എഴുന്നേറ്റ് പോകുന്നത് പോലും എന്ന് വരുമ്പോൾ പലിശയുമായി മനഃപൂർവ്വം ബന്ധപ്പെടുന്ന രീതി എത്രത്തോളം അത് ഗുരുതരമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ആ ഉപമാ വചനങ്ങളിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്. ഇനി അടുത്ത വാചകത്തിൽ പറയുന്നത് എന്താണ്? ദാലിക ബി അന്നഹും ഖാലു, അത് യഹൂദികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഇത് പലിശ നിഷിദ്ധമാണെന്ന അധ്യാപനം കേട്ടപ്പോൾ യഹൂദികൾ പറഞ്ഞിരുന്നു
എന്ത് ഇപ്പം എന്താ പലിശ അത്ര നിഷിദ്ധമാണെന്ന് എന്തിനാണ് മുഹമ്മദ് പറയുന്നത്? അതൊരു കച്ചവടമല്ലേ, എല്ലാം കച്ചവടമാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പേന 10 റുപ്യക്ക് പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്നു, അതിൻ്റെ വില 10 ഞാൻ 12 തരണം എന്ന് പറയുന്നു. ഇതേപോലെ ഞാനൊരാൾക്ക് കടം കൊടുക്കുന്നു, 100 റുപ്യ അങ്ങക്ക് തരുമ്പോൾ നിങ്ങൾ എനിക്ക് തിരിച്ചു തരുമ്പോൾ 102 തരണം, 110 തരണം എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ലേ, എന്താ പൈലിത്ര ഒരു പ്രശ്നമുള്ളത് എന്ന് അതിനെ ലഘൂകരിച്ചുകൊണ്ട് യഹൂദികൾ സംസാരിച്ചിരുന്നു. അതിനെ ആക്ഷേപിച്ചുകൊണ്ടായി വചനം പറയുന്നത്. ദാലിക അത് ബി അന്നഹും തീർച്ചയായും അവർ ഖാലു അവരിപ്രകാരം പറഞ്ഞു. എപ്രകാരം? ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ, തീർച്ചയായും കച്ചവടം പലിശ എന്ന് പറയുന്നത് കച്ചവടം മാത്രമാണ്. ഇന്നമൽ ബൈഉ മിസ്ലുർ റിബാ, കച്ചവടം അത് പലിശയെ പോലെ തന്നെയാണ്. കച്ചവടം പലിശയൊക്കെ ഒന്ന് തന്നെയാണ്. അതിലൊന്നും വലിയൊരു അതിനെപ്പറ്റി ഇത്ര എതിർത്ത് പറയാനൊന്നുമില്ല. അതൊക്കെ ഒരു ഇടപാടല്ലേ, അതൊക്കെ ഒരു ബിസിനസ് അല്ലേ, ഒരു ഫൈനാൻഷ്യൽ ഒരു സെറ്റപ്പ് ചെയ്യല്ലേ, അതൊക്കെ ഇപ്പം അത്ര പറയാനുണ്ടോ? ഇന്നുണ്ട് അങ്ങനെ അതിനെ ലഘൂകരണം നടത്തി ന്യായീകരിക്കുന്ന ആളുകളെ എമ്പാടും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അങ്ങനെ അവർ പറഞ്ഞു. അപ്പം അള്ളാഹു അതിന് മറുപടി പറയാണ്. അതെങ്ങനെ അങ്ങനെയാണെന്ന് പറയാ. വഅഹല്ലല്ലാഹുൽ ബൈഅ, അള്ളാഹു കച്ചവടത്തെ ഹലാലാക്കിയിരിക്കുന്നു. വഹറമ റിബാ, പലിശയെ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അത് തന്നെ മതി, അത് രണ്ടും രണ്ടാണെന്ന് തെളിവ്. അള്ളാഹു കച്ചവടത്തെ അനുവദിച്ചില്ലേ, പലിശയെ നിഷിദ്ധമാക്കിയില്ലേ, അവ രണ്ടും തമ്മിൽ അപാരമായ വ്യത്യാസമുണ്ട് എന്നുള്ളതിന് അത് തന്നെയാണ് തെളിവ്. അത് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ലോകം മുഴുവൻ ഇന്ന് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് പലിശ പോലെയല്ല കച്ചവടം, കച്ചവടം പോലെയല്ല പലിശ എന്നുള്ളത്. ഒന്ന് അനുവദനീയമാണ്, മറ്റൊന്ന് ഹറാമാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമൻ ജാഅഹു, ആർക്കെങ്കിലും വന്നു കിട്ടിയാൽ മൗഇളത്തും മിർ റബ്ബിഹി, തൻ്റെ യജമാനായ റബ്ബിങ്കൽ എന്നുള്ള ഉപദേശം ആർക്കെങ്കിലും കിട്ടിയാൽ, കാരണം വിവരമില്ലാത്ത കാലത്ത്, ഇതിനെപ്പറ്റിയുള്ള ഗൗരവമൊന്നും ഉൾക്കൊള്ളാത്ത കാലത്ത്, ജാഹിലിയ കാലത്ത് ഒരുപാട് പലിശയുടെ ഇടപാടുകളൊക്കെ നിർബാധം നടത്തി. പിന്നെ ആ ഖുർആനൊക്കെ പഠിക്കുന്നത്, ഇതിൻ്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ സതുപദേശങ്ങളൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ട് ഫൻതഹ, അവൻ്റെ ഈ ഇടപാട് അവസാനിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഫലഹു മാ സലഫ വ അംറുഹു ഇലല്ലാഹ്, അവൻ്റെ കാര്യം മുമ്പ് കഴിഞ്ഞു പോയതൊക്കെ അവിടെ കഴിഞ്ഞു പോയി. വ അംറുഹു ഇലല്ലാഹ്, അവൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ അടുക്കലാണുള്ളത്. അപ്പോൾ റബ്ബ് മാപ്പാക്കിയേക്കും. അറിവില്ലാത്തത് കൊണ്ട് ഇതൊന്നും പലിശയുടെ ഇടപാടാണെന്ന് അറിയാതെ കുറേ പറ്റിപ്പോയി, തൗബ ചെയ്തു. അതുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള പണമൊക്കെ കയ്യിൽ വല്ലതും ഉറപ്പായിട്ട് ആ വിഹിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ കൊടുത്തൊഴിവാക്കി. അങ്ങനെയൊക്കെ ഒരാൾ ഇതിൽ നിന്ന് വിരമിക്കുന്ന പക്ഷം അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അതേ അവസരത്തിൽ വമൻ ആദ, ആരെങ്കിലും വസ്തുതകളൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെയും ന്യായീകരണം നടത്തിയിട്ട് അതൊന്നും വലിയൊരു തകരാറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പലിശയുടെ ലോകത്തേക്ക് മടങ്ങുവാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഫഉലൈക അസ്ഹാബുന്നാർ, അക്കൂട്ടർ നരകാവകാശികൾ തന്നെയാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ ശാശ്വതവാസികളുമായിരിക്കും. യംഹഖുല്ലാഹു റിബ, ഇനി അള്ളാഹു പലിശയുടെ കാര്യത്തെക്കുറിച്ച് പറയാണ്. യംഹഖുല്ലാഹു റിബ, അള്ളാഹു പലിശയെ നശിപ്പിക്കുന്നതാണ്, അതിൻ്റെ ബറക്കത്ത് അള്ളാഹു തകർക്കും. മഹഖ യംഹഖു, അത് നീക്കിക്കളയും, പലിശയെ അള്ളാഹു നീക്കിക്കളയും. വയുർബി സദഖാത്ത്, സദഖകളെ ദാനധർമ്മങ്ങളെ അവൻ പരിപോഷിപ്പിക്കുകയും ചെയ്യും. അത് റബ്ബെടുക്കുന്നൊരു തീരുമാനമാണ്. പലിശ കൊണ്ട് ഇവിടെ നേടിയവരൊന്നുമില്ല. കാരണം പലിശയുടെ മുതലിന് ബറക്കത്തുണ്ടാവില്ല. ഒരുപാട് കിട്ടി എന്നൊക്കെ പലർക്കും തോന്നും, ഒരുപാട് നേടി എന്നും പലർക്കും തോന്നും. പക്ഷേ അതിൻ്റെ ബറക്കത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തി കളയുമെന്നാണ് ഗൗരവത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് കാരണം? ആ കാരണത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് നിലക്ക് അതിൻ്റെ ബറക്കത്താണ് പോയി പോകും. ഒന്ന്, ഭൗതികമായിട്ട് തന്നെ അതിൽ ബറക്കത്തുണ്ടാവില്ല. പലിശ കൊണ്ട് മുതൽ നേടിയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ പലപ്പോഴും അവൻ്റെ ധനത്തിൽ എന്ത് സംഭവിക്കും? ആഫത്തുൻ ഔ ജായിഹത്തുൻ തുഫിനീഹി, ഏതെങ്കിലും കടുത്ത വിപത്തുകളാണ് വരുവാൻ. മാരകമായ വൈമാൻ യംരിള, ഒന്നുകിൽ മാരകമായ രോഗിയാകും. വയഹ്താജു ഇലാ ദവാഇൻ വ മുആലജാത്തിൻ, ധാരാളക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നും ചികിത്സയും ട്രീറ്റ്മെൻറ്റും അവൻ ആവശ്യമായി വരും. അല്ലെങ്കിൽ ഇനി അവനാൻ രക്ഷപ്പെട്ടാലും ഔ യംരിളു അഹ്ലഹു, അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാർ, ഭാര്യയോ മക്കളോ ആരെങ്കിലുമൊക്കെ രോഗികളാവും. അല്ലെങ്കിൽ അവൻ്റെ ഈ മുതലങ്ങ് മോഷ്ടിക്കപ്പെടും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും വിധത്തിലൂടെ അത് നശിച്ചു പോകും. ദുന്യാവിലെ ഏത് വിധത്തിലുമുള്ള മറ്റേതെങ്കിലും വിധത്തിലൊക്കെ. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. അവനെപ്പോഴും വിചാരിക്കും അതിപ്പോൾ ഈ ജലദോഷത്തിൻ്റെയാണ്, അല്ലെങ്കിൽ അതിപ്പോൾ ഈ കാലാവസ്ഥയുടെയാണ്, അല്ലെങ്കിൽ അതിപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ ഇടയിൽ രോഗം വന്നാലും ഇത്തരക്കാർ ചിന്തിക്കൂല. ഒരു മുഅ്മിൻ എപ്പോഴും ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഇതെൻ്റെ വല്ല പാപങ്ങൾ കൊണ്ടുമാണോ എന്ന ഭീതി വിശ്വാസിക്കുണ്ടാകുമ്പോൾ, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം മാരക രോഗം വന്നാൽ പോലും അവൻ അതിന് തബീഅത്തിൻ്റെ, പ്രകൃതിയുടെ കാരണങ്ങളെ കണ്ടെത്താനാണ് പരിശ്രമിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നീ പലിശ വാങ്ങിയതിനുള്ള നിനക്കുള്ള ബർക്കത്ത് കുറയലാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരാൾക്ക് രോഗമൊന്നും വരില്ല.
പക്ഷെ അവൻ ആ കിട്ടിയതാണ് ബർക്കത്തുണ്ടാവില്ല, അതാണ് തേഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ടാവും. മല പോലെ അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടാകും, അത് മഞ്ഞ് പോലെ ഒരിക്കലും അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതാണ് ഒന്ന്. രണ്ടാമത്തതോ, ഇനി അവൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ട് എന്ന് വിചാരിക്കുക. അവൻ്റെ അടുത്ത് ഉണ്ട് എന്ന് വിചാരിച്ചാൽ തന്നെ പലപ്പോഴും അത് അവന് ഉപകരിക്കൂല എന്നാണ്. അവൻ ഫക്കീറിനെ പോലെ ജീവിക്കും. ഒരുപാട് പൈസ അക്കൗണ്ടിൽ ഉണ്ടാകും, എന്നാലും അവൻ പറയുന്നത് ഇല്ല 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 എന്ന് പറയും. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ പറയും ഒന്നുമില്ലപ്പോൾ, എന്താ ഇപ്പം അങ്ങനെ, എന്താ അവസ്ഥ എന്നൊക്കെ ചോദിച്ചാൽ പറയും അങ്ങനെ തട്ടി മുട്ടി അങ്ങനെ ഒപ്പിച്ചു പോണു, വലിയൊരു ഗുണമൊന്നുമില്ല. എവിടെ ഒരുപാടുണ്ട് അവൻ്റെ അക്കൗണ്ടിൽ, പക്ഷേ എന്നാലും അവൻ്റെ മുഖത്തും അവൻ്റെ സംസാരങ്ങളിലുമൊക്കെ പച്ച ഫക്കീറിൻ്റെ ഒരു പാവം സാധുവിൻ്റെ പെരുമാറ്റവും വർത്തമാനവും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. മര്യാദക്കൊരു നല്ല ഭക്ഷണം പോലും അവൻ കഴിക്കൂല, ബഹീലായിരിക്കും. അങ്ങനെ കൂട്ടിവെച്ച് അവനാണ് ജീവൻ പോവും, പിന്നെ അവൻ്റെ ശേഷക്കാരായിരിക്കും പിന്നെ അത് കൈകാര്യം ചെയ്യുക. രണ്ടായാലും സ്വയം നാശത്തിൻ്റെ കുഴി തോണ്ടുകയാണല്ലോ ചെയ്യുന്നത്. ഒന്നുകിൽ സ്വയം ഉപകരിക്കാതെ തന്നെ രോഗിയായിട്ടും ആപത്തുകളാലും കഷ്ടപ്പാടുകളാലും ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള ഇൻകമുകളൊക്കെയാണ് പോയിട്ടുണ്ടാകും. രണ്ടാമത്തത്, ഇനി അതൊന്നും അല്ലെങ്കിൽ തൻ്റെ ജീവിതകാലത്ത് തനിക്കൊരു ഉപയോഗപ്പെടുത്താവുന്ന ഒരു മാനസികാവസ്ഥയിലും സന്തോഷത്തിലും എന്നുള്ളൊരു ജീവിതം അവന് കിട്ടൂല. എന്നും അവൻ്റെ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമായിരിക്കും. ഒരു സമാധാനം എന്ന് പറയുന്നത് ആ മനുഷ്യന് ഉണ്ടാവില്ല. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ കുറേ ഉണ്ടാവും അയാൾക്ക്, പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനമൊന്നും ഉണ്ടാവില്ല. രണ്ടായാലും ഫലത്തിൽ അതിന് ഉപയോഗം അയാൾക്ക് ലഭ്യമാവില്ല. അതാണ് അല്ലാഹു യംഹഖുല്ലാഹു റിബാ, പലിശയെ അല്ലാഹു തകർത്ത് കളയും. അതേ അവസരത്തിൽ വയുർബി സദഖാത്ത്, ദാനധർമ്മങ്ങൾ മനുഷ്യൻ സക്കാത്തും സദഖയുമായി കൊടുത്തതൊക്കെ അല്ലാഹു ഒന്നിനൊന്ന് ദിവസം കഴിയുന്തോറും വളർത്തുകയാണ് ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ശുദ്ധമായ ധനത്തിൽ നിന്ന് ഒരു കാരക്ക നിങ്ങൾ ധർമ്മം ചെയ്താൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലത് കരം കൊണ്ടതിങ്ങോട്ട് സന്തോഷത്തോടെ ഏറ്റെടുത്ത്, നിങ്ങളിൽ ഒരാൾ തൻ്റെ കുതിരക്കുഞ്ഞിനെ ചെറുപ്പന്നിലെ പുല്ലും വെള്ളവും അതിൻ്റെ വളർച്ചയുടേതായ എല്ലാ കാര്യങ്ങളും നോക്കി വളർത്തി വലുതാക്കി വലിയൊരു നല്ല മേത്തരം കുതിരയായി തീരുവോളം നിങ്ങൾ എത്ര അതിനെ വളർത്തിയുണ്ടാക്കും. അതിനേക്കാൾ ഉപരി നിങ്ങൾ ശുദ്ധമായ ധനത്തിൽ നിന്ന് ഒരു കാരക്കയാണ് നിങ്ങൾ നല്ല മനസ്സോടെ ധർമ്മം ചെയ്തതെങ്കിൽ പോലും അള്ളാഹു അത് സ്വീകരിച്ച് വലിയ വലിയ രൂപത്തിൽ അതാക്കി തന്ന്. ഹദീസിൽ ബാക്കി ഭാഗം എന്താണ്? ഹത്താ തകൂന മിസ്ലൽ ജബൽ. സുബ്ഹാനല്ലാഹ്, ഹത്താ തകൂന മിസ്ലൽ ജബൽ, ഒരു വൻ പർവ്വത സമാനമായി മാറിയിട്ടുണ്ടാകും നിങ്ങളെ കൊടുത്ത് ഇത്ര പോകുന്ന ഒരു കാരക്കച്ചൊള. ഇത്ര പോകുന്ന ഒരു കാരക്ക നിങ്ങൾ ധർമ്മം കൊടുത്തത് റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ മഹ്ശറിൽ നിങ്ങൾക്ക് തിരിച്ചു തരുമ്പോൾ ഒരു മഹാപർവ്വതത്തോളമായിട്ടുണ്ടാകും. അതാണ് അല്ലാഹു തആല മറ്റൊരു ഉപമയിലൂടെ പറഞ്ഞത്, മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി ചെലവഴിക്കുന്ന സമ്പത്ത് ഒരു ധാന്യമണി പോലെ. ധാന്യമണിയിൽ നിന്ന് 7 കതിരുകളുണ്ടായി. 7 കതിരുകളിൽ ഓരോ കതിരുകളിലും 100 വീതം ധാന്യങ്ങളുണ്ടായി. അപ്പോൾ 700 ഒരു സദഖ 700 ഇരട്ടിയായി. അതുമ്മലും അവസാനിക്കില്ല. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടികൾ ഇരട്ടികൾ ഇരട്ടികളായി പരലോകത്ത് കൊടുക്കും. സൂറത്തുൽ ബഖറ 261 ആയത്തിൽ അള്ളാഹു അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ധർമ്മം കൊടുത്തു വിചാരിച്ചിട്ട് ലോകത്തൊരാളും ഫഖീറായി പോയിട്ടുമില്ല. മാ നഖസത് സദഖത്തുൻ മിൻ മാലിൻ, ഒരാളും ധർമ്മം കൊടുത്തതുകൊണ്ട് ഒരാളുടെയും ധനത്തിൽ കമ്മി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വലിയ തോതിൽ വളർത്തി വലുതാക്കിയിട്ടാണ് മഹ്ശറിൽ നമുക്കത് തിരിച്ചു തരിക. അതാണ് വയുർബി സദഖാത്ത് എന്ന് പറഞ്ഞത്. പലിശയായാലോ ദുന്യാവും പോയി ആഖിറവും പോയി. ആരും പലിശക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ പലിശയിലൂടെ ഒരു ദിർഹം നേടിയിട്ട് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആസ്വദിക്കാൻ ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കിയേക്കിൻ പരിപൂർണമായിട്ടെന്നാണ് അള്ളാഹു ഈ പറയുന്നത്. അതൊന്നും നിങ്ങൾ നേടൂല. നേടിയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾക്ക് ഉപകരിക്കൂല, നിങ്ങൾക്കതുകൊണ്ട് സമാധാനം ഉണ്ടാവില്ല. അതേ അവസരത്തിൽ ഒരു കാരക്കയാണ് നിങ്ങൾ അള്ളാൻ്റെ മാർഗ്ഗത്തിലേക്ക് ഒരു മനുഷ്യനാണ് വിട്ടുകൊടുക്കുന്നതാണല്ലോ സ്വതക്ക എന്ന് പറയുന്നത്. അത് കൊടുത്താലോ നിങ്ങൾക്കത് പർവ്വത സമാനമായ നിലക്ക് റബ്ബ് തിരിച്ചു തരും. എന്തിനാണ് നഷ്ടക്കച്ചവടത്തിൽ നിൽക്കുന്നത്? അല്ലാഹു ലാ യുഹിബ്ബു, അള്ളാഹ് ഇഷ്ടപ്പെടുകയേ ഇല്ല കുല്ല കഫാരിൻ അസീം, അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്ന ഒരു മഹാപാപിയായവനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇന്നല്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, വഅഖാമു സ്വലാഹ്, നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയും ചെയ്തവരാരോ, വആതൗ സക്കാ, സകാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്തവരാരോ, ലഹും അവർക്കുണ്ട്, അജ്റുഹും അവർക്കുള്ള പ്രതിഫലം, ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ, വലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, വലാ ഹും യഹ്സനൂൻ അവർ ദുഃഖിക്കുന്നവരുമാവുകയില്ല. തുടർന്നുകൊണ്ട് വിശ്വാസികളോട് ഇതിൻ്റെ ഗുരുതരാവസ്ഥ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ സത്യവിശ്വാസികളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തോടെ ഇനി വിശ്വാസികളോടാണ് സംസാരം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബാ, വദറൂ
സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പെട്ടു, എല്ലാ തിന്മകളും അതിൽ പെട്ടുകഴിഞ്ഞു. റബ്ബിനെ സൂക്ഷിക്കുന്നതിൽ പെട്ടുകഴിഞ്ഞു എല്ലാ തിന്മകളും. തിന്മകളൊക്കെ ചെയ്യരുതേ എന്നാണ് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം. പിന്നെ എന്തിനാ ഇനി ശേഷം പറയാൻ പോകുന്ന കാര്യം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൊത്തത്തിൽ പറഞ്ഞതിൽ നിന്ന് ഇത് സ്പെഷ്യലായിട്ട് എടുത്ത് പറയാൻ പോകുന്നത്. അതെന്താ? വദറു വദറ യദറു ദർ. വദറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു എന്നാണ്. അതങ്ങനെയാണ്. പിന്നെ എങ്ങനെയാണ്? പിന്നെ വദറ എൻ്റെ മാളി അങ്ങനെയാണ്. വദറ വാവയിലുള്ളതാണ്. വദറ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചു. അതിന് മുതാരിയാണ് യദറു. നീ ഉപേക്ഷിക്കൂ എന്നുള്ള കൽപ്പന എങ്ങനെയാ പറയാ? ദർ. അപ്പൊ ദറു കുറെ ആളോട് പറയണേ, വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടല്ലേ അല്ല പറയണേ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുകയും ദോഷങ്ങളൊന്നും വരാതെ ദോഷബാധ ഏൽക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കൂ. വദറു എന്നല്ലോ, വദറു. അതിനാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. വദറു എന്നല്ല, വദറു എന്നൊറ്റ വേർഡല്ല, വേറെ, അത് അൽത്തുഫിന്റെ വാവാണ്. ആൻഡ് ദറു, നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ. എന്ത്? മാ ബഖിയ മിനർ റിബ, പലിശയിൽ നിന്ന് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈ നിയമം ഇറങ്ങിയതിന് ശേഷം, അന്ന് പലിശയുടെ ഇടപാട് നിർബാധം നടക്കണല്ലോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പലിശയുടെ ഇനത്തിൽ നിന്ന് വല്ലതും ആരെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം, ബാക്കിയുള്ള പലിശകൾ ഒഴിവാക്കണം. ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. എന്തേ കാരണം? ഫൈലം തഫ്അലൂ, ഇനിയുള്ള വാചകം ശ്രദ്ധിക്കുക. അല്ലാഹ് പറയാണ്, നിങ്ങളതിന് തയ്യാറാകാത്ത പക്ഷം, നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം, അത് സാരല്ല, പലിശയല്ലേ, പൈസ ഇപ്പം എന്ത് പലിശയുടെ പേരായാലും എന്തിൻ്റെ പേരായാലും നോട്ടൊക്കെ ഒന്നല്ലേ, ഉപയോഗമൊക്കെ ഒന്നല്ലേ. അപ്പോൾ പലിശ എന്നൊക്കെ ഇപ്പം നമ്മളാണ് പേരിടണമല്ലേ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് കിട്ടാനാണെങ്കിൽ കുറേ ഉണ്ടേനും അവിടെ ഒഴിവാക്കാനാണ് മനസ്സും വരുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിങ്ങോട്ട് സ്വയം അനുഭവിക്കാൻ തന്നെയാണോ തീരുമാനം? എങ്കിൽ ഫഅ്ദനൂ, നിങ്ങൾ പ്രഖ്യാപിച്ചു കൊള്ളുവീൻ, ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും യുദ്ധത്തിന് പ്രഖ്യാപിച്ചോളൂ, യുദ്ധപ്രഖ്യാപനം നടത്തിക്കൊള്ളുക. അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ ആരാ ഇവിടെ മനുഷ്യൻ? സൃഷ്ടികൾ ആരാ? സാധാരണ നമ്മളൊരു പ്രയോഗമുണ്ട്, മൂട്ടയെ കൊല്ലാൻ വേണ്ടി ആരെങ്കിലും പീരങ്കി എടുക്കാറുണ്ടോ? മൂട്ടനെ കൊല്ലാൻ വേണ്ടി പീരങ്കി എടുക്കുമോ എന്ന് ചോദിക്കും പോലെ റഹ്മാനായ റബ്ബിന് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളോട് യുദ്ധം ചെയ്തിട്ട് വേണോ? പിന്നെ എന്തിനാ ഈ പ്രയോഗം? അത്രക്ക് ഗുരുതരാണെന്ന് മനസ്സിലാക്കിക്കോളിൻ. ഇതിലൊരു എക്സ്ക്യൂസും ഇല്ല, ഇതിലൊരു ഇളവിൻ്റെ പ്രശ്നമില്ല എന്ന് നമ്മളെ ധരിപ്പിക്കാനാണ്. ഇത് അള്ളാഹിനോടാണ് യുദ്ധം ചെയ്യുന്നത്, അള്ളാഹിൻ്റെ റസൂലിനോടാണ് നീ പോരാടുന്നത് എന്നാണ് അതിൻ്റെ ഗൗരവത്തോടുകൂടി അള്ളാഹു പറയുന്നത്. ബിഹർബിൻ മിനല്ലാഹ്, ഇത്ര അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിക്കുന്നവരു സാമ്പത്തിക ഇടപാടായിട്ട് ഖുർആൻ പറഞ്ഞ ഏക കാര്യം പലിശയാണ്. പലിശയുമായി ബന്ധപ്പെട്ടയിടത്താണ് അങ്ങനെ പറഞ്ഞത്. വൈൻ തുബുത്തും, അതേ അവസരത്തിൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, വിവരമില്ലാത്തതുകൊണ്ട് ചെയ്തുപോയി. വൈൻ തുബുത്തും, നിങ്ങൾ പശ്ചാത്തപിക്കുവാൻ തയ്യാറാണോ എങ്കിൽ ഫലക്കും, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, റൂസു അംവാലിക്കും, നിങ്ങളുടെ മുതലുകളിലെ മൂലധനം. നിങ്ങൾ കടം കൊടുത്തില്ലേ, ഫണ്ട് കൊടുത്തില്ലേ, പലിശ നിങ്ങൾ വാങ്ങണ്ട, കൊടുത്തത് നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങളെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ലാ തദ്ലിമൂന വലാ തുദ്ലമൂന, ഇസ്ലാമിൻ്റെ നിയമമാണ്. നിങ്ങൾ ആരെയും ആക്രമിക്കും വേണ്ട, നിങ്ങൾക്ക് ഇങ്ങോട്ട് അക്രമം ഏറ്റുവാങ്ങും വേണ്ട. അതുകൊണ്ട് ദുൽമില്ല ഇസ്ലാമിൽ. അതുകൊണ്ട് നിങ്ങൾ കൊടുത്തതും കൂടിയാണ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന ദുൽമാവൂലേ. നിങ്ങളെ ക്യാപിറ്റൽ പോലും തിരിച്ചു വാങ്ങിക്കൂടാന്ന് പറഞ്ഞാൽ നിങ്ങളോട് ചെയ്യുന്ന ദുൽമാവൂലേ. അത് അല്ലാഹ് ചെയ്യൂല. നിങ്ങളും അക്രമം കാണിക്കേണ്ട, നിങ്ങളോട് ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ട, ആക്രമിക്കപ്പെടേണ്ടതില്ല. ഇത് ഗൗരവത്തോടുകൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് അടുത്ത വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ കടത്തിൻ്റെ കാര്യം പറഞ്ഞെടുത്ത് നമ്മൾ ഈ ആയത്ത് കേട്ടതാണ്. ആരെങ്കിലും ഞെരുക്കക്കാരാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് എളുപ്പമുള്ള ഒരു അവധിയിലേക്ക് കാലതാമസം ചെയ്തു കൊടുക്കുക. അതെന്താ ഇവിടെ പലിശയുമായി ബന്ധപ്പെട്ടോടത്തത് പറയാൻ കാരണം? അവധി തെറ്റുമ്പോഴാണ് പലിശ പറയലേ. നമ്മൾ അവധി തെറ്റുമ്പോഴാണ് എന്ത് വാങ്ങുക? പലിശ നമ്മൾ ഗ്യാരണ്ടി ആയിട്ട് തരണം എന്ന് പറയാം. 1-ാം തീയതി തരികയാണെങ്കിൽ അധികമൊന്നും വേണ്ട, പക്ഷേ 1-ാം തീയതിക്ക് അപ്പുറമാണെങ്കിൽ എനിക്ക് പലിശ വേണ്ടി വരും അങ്ങനെ പറയുന്നവരും അവധിക്ക് തന്നാലും വേണമെന്ന് പറയുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ പറയണേ, പ്രയാസപ്പെട്ടിട്ടല്ലേ ഇങ്ങനെ കടം വാങ്ങിയത്? അങ്ങനെ വാങ്ങിയ ആളുകൾ നിങ്ങളോട് അവധി ചോദിക്കാൻ മാത്രം പ്രയാസപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അയാൾക്ക് എളുപ്പമുള്ള ഒരു ഡേറ്റിലേക്ക് നിങ്ങൾ അവധി നീട്ടിക്കൊടുക്കണം. അതിൻ്റെ പുണ്യമൊക്കെ നമ്മൾ അന്ന് വിശദീകരിച്ചിരുന്നു. അങ്ങനെ അവധി എത്തിയിട്ട് ഡേറ്റ് നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പകുതി സ്വതക്ക കൊടുത്ത കൂലിയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. വാൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, രണ്ടരട്ടിയാവും. ഇനി വാൻ തസദ്ദഖൂ ഖൈറുൽ ലക്കും, നിങ്ങളത് ധർമ്മം ചെയ്യുകയാണെങ്കിലോ നിങ്ങൾ അവധിയൊന്നും നീട്ടിക്കൊടുക്കല്ല, നീ തരണ്ട, ഞാനത് വിട്ടു, കാരണം അവനെ കൊണ്ട് വീട്ടാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യമായി, ഞാനത് വിട്ടുകൊടുത്താൽ അതാണ് നിങ്ങൾക്ക് ഉത്തമം. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ. അതിൻ്റെ ശേഷമുള്ള ആയത്ത് എന്താണെന്നറിയോ? ഇതൊക്കെ പറയണത് എന്തിനാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയിട്ടുള്ള ആയത്താണിത്. വിശുദ്ധ ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്താണ്. ഇതിൻ്റെ ശേഷം ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല. സൂറത്തുൽ ബഖറയിലെ 281 ആയത്ത്. അതിലെന്താ പറയുന്നത്? പലിശൻ്റെ ഇടപാടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയണ വത്തഖൂ,
നല്ലോണം പേടിച്ചോളിൻ, നിങ്ങൾ സൂക്ഷിച്ചോളിൻ. യൗമൻ, ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങളൊക്കെ അല്ലാഹുവിങ്കലേക്ക് അടുക്കലേക്ക് മടക്കപ്പെടുന്നവരു ദിനം വരാനുണ്ട്. അന്ന് അവിടെ ആരും ഉണ്ടാവില്ല, ഒറ്റക്കൊറ്റക്കാണ്. നമ്മളെ കണക്ക് നോക്കുക. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ആ ദിനത്തിൽ ഓരോ ദേഹവും, അവിടെ മറ്റൊരാൾക്ക് അവിടെ കൂട്ടില്ല, ഓരോ ദേഹത്തിനും കൃത്യമായി അവിടെ പ്രതിഫലം നൽകപ്പെടും. മാ കസബത്ത്, ഓരോ ദേഹവും എന്താണോ ചെയ്തതെങ്കിൽ. വഹും ലാ യുദ്ലമൂൻ, അവർ ഒരു തരിമ്പ് പോലും ആക്രമിക്കപ്പെടുന്നതല്ല. അള്ളാഹു നീതിമാനാണ്, ഒരു നിലക്കും നിങ്ങളോട് അവിടെ ആരും അക്രമം കാണിക്കുകയില്ല. അത് പറഞ്ഞ അവസാനിച്ചതിന് ശേഷമാണ് പിന്നെ എന്ത് പറയുന്നത്? കടത്തിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ കടവും പലിശൻ്റെ കാര്യം ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെ കടത്തിൻ്റെ ആയത്ത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്തുകൾ. ഇനി വഅമ്മൽ അഹാദീസു, വഅമ്മൽ അഹാദീസു, ഇനി ഹദീസുകൾ ഈ വിഷയത്തിൽ എടുത്തു നോക്കിയാലോ, ഫകസീറത്തുൻ, ധാരാളമുണ്ട്. ഫിസ് സഹീഹി, സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പലിശയുടെ ഗൗരവം കുറിക്കുന്ന ധാരാളക്കണക്കിന് ഹദീസുകളുണ്ട്. അവയൊക്കെ മഷ്ഹൂറത്തുൻ, വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ഞാനിവിടെ എല്ലാം കൂടി ഒന്നും ഈ അധ്യായത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. 1-2 ഹദീസേ പറയുന്നുള്ളൂ. അതിൽ ഒന്ന് വമിൻഹാ ഹദീസു അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തന്ന ഹദീസായിരുന്നു അസ്സാബിഖു ഫിൽ ബാബി ഖബ്ലഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ച സബൂൽ മുബിഖാത്തിന്റെ ഹദീസില്ലേ, അതാണ് ഒന്നാമത്തെ ഹദീസ്. അതുകൊണ്ട് അത് ഇനി ഇവിടെ ആവർത്തിക്കുന്നില്ല. അതേ അവസരത്തിൽ അതിൽ രണ്ടാമത്തെ ഹദീസ് ഏതാണ്? രണ്ടാമത്തെ ഹദീസ് അതാണ് നമുക്ക് ഇന്ന് കേൾക്കുവാനുള്ള ഒറ്റ ഹദീസേ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, വഅൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില الربا وموكله റവാഹു മുസ്ലിം. زاد الترمذي وغيره وشاهديه وكاتبه. എന്താണ് പറയുന്നത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. എന്താ ശാപെന്ന് പറഞ്ഞാൽ? ശാപെന്ന് പറഞ്ഞാൽ റബ്ബിൻ്റെ റഹ്മത്തിൽ നിന്നാണ് ആട്ടി ഓടിക്കലാണ്. ലോകത്തവിടെ ശപിക്കപ്പെട്ടവനായി ലോകത്ത് എന്നും അറിയപ്പെടുന്നവൻ ആരാണ്? ശൈത്താനാണ്. അപ്പം ശൈത്താന് കിട്ടിയിട്ടുള്ള ഒന്നാമത്തെ ഇത് തന്നെ ശാപമാണ്. സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സുജൂദ് ചെയ്തില്ല. റബ്ബിൻ്റെ കൽപ്പന ധിക്കരിച്ചു, അവൻ മൽഊനായി. അതുകൊണ്ട് ഇബ്ലീസ് മൽഊനാണ്, അഭിശപ്തനാണ്. അതുകൊണ്ടാണ് അവൻ റജീമാണ്. റജീം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? എറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെട്ടവൻ. മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെട്ടവനാണ് ആര്? റജീം. അതാണ് റജമ എന്ന് പറഞ്ഞാൽ എന്താ? എറിഞ്ഞു എന്നാണ്. കല്ലെടുത്ത് എറിഞ്ഞു എന്ന് പറയും റജമ. അതാ റജീം എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കപ്പെട്ടവൻ, എറിഞ്ഞു ഓടിക്കപ്പെട്ടവനാണ് ഇബ്ലീസ്. അപ്പം ലഅനത്ത് എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയ അതേ ശിക്ഷ അവിടെ കിട്ടലാണ്. അപ്പം ലഅനത്ത് എന്ന് പറഞ്ഞാൽ ചില്ലറ സംഗതിയല്ല. അള്ളാഹിൻ്റെ റസൂൽ ശപിച്ച് പറഞ്ഞിരിക്കുന്നു ആരെ? ആകില റിബ, പലിശ തിന്നുന്നവനെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, പലിശയെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ഹദീസൊക്കെ എന്താ പറയുക? തിന്നാന്നുള്ളതിൻ്റെ വർത്താനം പറയാം. കാരണം അതാണ് മെയിൻ. അതുകൊണ്ട് തിന്നൽ മാത്രമല്ല, ഇപ്പോൾ പലിശ കൊണ്ട് ഡ്രസ്സ് ഉണ്ടാക്കിയവൻ ശാപത്തിൽ നിന്ന് ഒഴിവാവോ? പലിശയിൽ നിന്ന് വീടുണ്ടാക്കിയവൻ ശാപത്തിൽ നിന്ന് ഒഴിവാവോ? അതുകൊണ്ട് വാഹനം എടുത്തവൻ ശാപത്തിൽ നിന്ന് ഒഴിവാവോ? അതൊന്നുമില്ല. മുഖ്യ കാരണം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ പലിശ ഇടപാട് നടത്തി പലിശ തിന്നുന്നവനെ, അപ്പോൾ അത് മറ്റുള്ളവൻ്റെ അടുത്ത് വാങ്ങി അത് ഭക്ഷിച്ചവൻ, അനുഭവിച്ചവൻ, ഉപയോഗിച്ചവൻ, ഏത് നിലക്കായാലും വേണ്ടില്ല, താനോ തൻ്റെ കുടുംബാംഗങ്ങളോ തനിക്ക് ചെലവിന് കൊടുക്കേണ്ടെന്ന, താൻ ഉപയോഗിക്കേണ്ടെന്ന ഏത് അവസ്ഥയിലേക്ക് ഉപയോഗിച്ചാലും അത് തന്നെയാണ്, അത് തിന്നൽ തന്നെയാണ്. ചില ആൾക്കാർ പറയും പലിശൻ്റെ മുതൽ വാങ്ങിയിട്ട് കക്കൂസ് ഉണ്ടാക്കാം. ആൾക്കാർ കുഴപ്പമില്ല, ചീത്ത പണമല്ലേ, അപ്പോൾ ചീത്ത സാധനമില്ല, അപ്പിടുന്ന സാധനമില്ല, അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല ഇവിടെ. എന്താണോ മനുഷ്യന് ഉപയോഗപ്പെടുത്തുന്നത്, ഞാൻ ഫൈൻ കൊടുക്കുക. ചിലർ ഫൈൻ കൊടുക്കണേലേക്ക് ബദൽ ഇത് കൊടുക്കാറ്. ഫൈൻ കൊടുക്കൽ എൻ്റെ പൈസ ഞാൻ കൊടുക്കേണ്ടതന്നല്ലേ, അപ്പോൾ ഞാൻ ഫൈൻ കൊടുക്കുന്ന ബദൽ ഞാനിത് കൊടുത്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമൊന്നുമില്ല. നികുതി പണമായിട്ട് ഇത് കൊടുക്കുക അതൊന്നും പറ്റില്ല. നികുതി ഞാൻ എൻ്റെ മുതലൊന്നും കൊടുക്കേണ്ടതാണ്. അത് ഞാൻ പലിശപ്പണത്തിൽ നിന്ന് എടുത്തു കൊടുത്താലോ, അപ്പോൾ ഞാൻ പലിശപ്പണം ഞാൻ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. ഒരു നിലക്കും നമുക്കത് ഉപയോഗിക്കാൻ വകുപ്പില്ല. അതുകൊണ്ട് ഏത് വിധത്തിൽ അത് ഉപയോഗിച്ചാലും അത് ലഅനത്ത് കിട്ടുന്ന സംഗതിയാണ്, അത് പലിശ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആക്കില റിബ അങ്ങനെയാണ്. മൂക്കിലഹു, മൂക്കിൽ എന്ന് പറയുമ്പോൾ എന്തായി? തീറ്റിക്കുന്നവൻ എന്നാണ്. ആക്കിൽ എന്ന് പറയുമ്പോൾ തിന്നുന്നവൻ, മൂക്കിൽ എന്ന് പറഞ്ഞാലോ തീറ്റിക്കുന്നവൻ. അപ്പം ഞാനത് വേറൊരാളെ കൊണ്ട് തീറ്റിപ്പിക്കുകയാണ്. എൻ്റെ ചെലവ് കിട്ടൽ അനിവാര്യമായ ആളുകളെ കൊണ്ട് ഞാൻ തീറ്റിപ്പിക്കുകയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ ബന്ധപ്പെട്ടവർ, എൻ്റെ ബാപ്പ, ഉമ്മ, ഞാൻ എന്നിൽ നിന്നുള്ള ചെലവ് കിട്ടിയിട്ട് അതുകൊണ്ട് സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ഒരാളിലേക്കും എനിക്കത് കൊടുക്കുവാൻ വകുപ്പില്ല. അതുകൊണ്ട് തന്നെ മൂക്കിൽ ഞാനത് തീറ്റിക്കുന്നവൻ എന്ന ഗണത്തിൽ പെട്ടുകഴിഞ്ഞാലും എന്തായി? അത് ശാപഹേതുവായ മഹാപാപമായി മാറി.
ഇത് രണ്ട് കാര്യമാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ സാദ തിർമിദി വഗൈറുഹു, മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരിൽ ഇമാം ബുഖാരി, മുസ്ലിം ഇവർ രണ്ടുപേര് കഴിഞ്ഞാൽ പിന്നെ 4 ഹദീസ് പണ്ഡിതന്മാരാണ് സുപ്രസിദ്ധരായ ആളുകളുള്ളത്. ബുഖാരി, മുസ്ലിം, സുനനുൽ അർബഅ എന്നാണ് പിന്നെ അറിയപ്പെടുക 4 ആളുകളുടെ സുനനുകൾ. അതേതൊക്കെയാണ്? അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജഹ്. അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജഹ്, ഈ 4 ആളുകളുടെ സുനനുകൾ. അതിനെക്കുറിച്ച് സഹീഹ് അൽ അർബഅ എന്ന് പറയില്ല, സുനനുൽ അർബഅ എന്നേ പറയുള്ളൂ. സുനനുൽ അർബഅ, സുന്നത്തുകൾ ക്രോഡീകരിച്ച 4 ഗ്രന്ഥങ്ങൾ. അതേ അവസരത്തിൽ ബുഖാരിയെക്കുറിച്ചും മുസ്ലിമിനെക്കുറിച്ചും എന്താ പറയുള്ളൂ? സഹീഹൈനി എന്നാ പറയാ. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം. എന്താ കാരണം? ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസുകൾ മുഴുവനും എന്താണ്? സഹീഹാണ്. അതേ അവസരത്തിൽ സിഹാഹു സിത്താൻ ചില ആൾക്കാർ പ്രയോഗിക്കും, 6 സഹീഹായ ഹദീസ് ഗ്രന്ഥങ്ങൾ. ആ പ്രയോഗം തെറ്റാണ്. 2 സഹീഹൈനീനെ പറയാൻ പറ്റുള്ളൂ, അത് ബുഖാരി, മുസ്ലിം. മറ്റ് 4 ഹദീസ് ഗ്രന്ഥങ്ങളെ സിഹാഹിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, കാരണം അതിൽ ദഈഫുമുണ്ട്, സഹീഹുമുണ്ട്. അതുകൊണ്ട് തന്നെ അവ സുനനുൽ അർബഅ എന്നാണ് ആ 4 ഹദീസ് ഗ്രന്ഥങ്ങളും അറിയപ്പെടുന്നത്. ആ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് സഹീഹുകൾ വേറെയാക്കി, ദഈഫുകൾ വേറെയാക്കി പല പണ്ഡിതന്മാരും ക്രോഡീകരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ആധുനിക കാലത്ത് ജീവിച്ച് അടുത്ത കാലത്ത് വഫാത്തായി പോയ ഷെയ്ഖ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം അബൂദാവൂദ്, തിർമിദി ഇവക്കൊക്കെ സഹീഹ് അബൂദാവൂദ്, ലഈഫ് അബൂദാവൂദ്, സഹീഹ് തിർമിദി, പിന്നെ ലഈഫ് തിർമിദി എന്നിങ്ങനെ വേർതിരിച്ച് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു പ്രാഥമികമായ അറിവ് എന്ന നിലക്ക് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അതല്ലാത്ത ഈ റിപ്പോർട്ട് സഹീഹായ റിപ്പോർട്ടുമാണ്. തിർമിദി അല്ലാത്ത മറ്റുള്ള ചില മുഹദ്ദിസീങ്ങളും താഴെ പറയുന്ന കാര്യം കൂടി ഇതിനോട് ചേർത്ത് അവർക്ക് കിട്ടിയ റിവായത്തിൽ ഇതുകൂടിയുണ്ട്. തിന്നുന്നവനെ മാത്രമല്ല ശപിച്ചത്, തീറ്റുന്നവനെ മാത്രമല്ല ശപിച്ചത്, പിന്നെ എന്താണ്? വശാഹിദൈഹി, അതിന് സാക്ഷി നിൽക്കുന്ന 2 സാക്ഷികളെയും. പലിശക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്നവന് ഇപ്പം എന്താ അതുകൊണ്ട് ലാഭം? അവനക്കൊരു മൻഫഅത്തും അതുകൊണ്ട് കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു തിന്മക്കവൻ കൂട്ടു നിൽക്കുന്നു, ഒരു തിന്മക്കവൻ വിറ്റ്നസ് ആവുകയാണ്, അതിനവൻ കൂട്ടു നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ സാക്ഷി എഴുതി ഒപ്പിട്ടവനും ശാപമാണ്, അതിനും പോകാൻ പറ്റൂല. വകാതിബഹു, അതിൻ്റെ കണക്കെഴുതി സൂക്ഷിക്കുന്ന ക്ലർക്കിനും ഇതേപോലെ തന്നെ ശാപം ബാധകമാണ്. അപ്പം അത്രത്തോളം അതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ശാപത്തിൽ കുറഞ്ഞ ഇടപാടില്ല എന്നാണ്. അത്രത്തോളം ഗുരുതരമാണ് പലിശ. എന്നാൽ ചില റിപ്പോർട്ടുകളിലൊക്കെ സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ 72 വ്യഭിചാരം നടത്തുന്നതിനേക്കാൾ, ഉമ്മയുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ ചില റിവായത്തുകളൊക്കെ കാണാമെങ്കിലും സിനയേക്കാൾ കടുപ്പമാണ് ഈ രൂപത്തിലുള്ള പലിശ, സ്വന്തം ഉമ്മയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തേക്കാൾ കടുപ്പമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ്. ആ റിപ്പോർട്ടുകളൊക്കെ ഒന്നും സഹിഹല്ല. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് ചർച്ചകൾ നടത്തിയതായി കാണാൻ സാധിക്കും. അവരൊക്കെ പറയുന്നത് ആ വിഷയം സിനയേക്കാൾ കടുത്തതാണ്, സ്വന്തം ഉമ്മയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ കടുത്തതാണ് പലിശയുടെ 1 ദിർഹം പോലും എന്ന് തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ വന്ന റിപ്പോർട്ടുകളൊക്കെ ദുർബലമാണ് എന്ന് അവർ പറഞ്ഞു കാണാം. ഇപ്പം എന്തായിരുന്നാലും ഇപ്പോൾ അത് പലിശയേക്കാണ്, വ്യഭിചാരത്തേക്കാണ് ഗൗരവമാണെന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പലിശയുടെ ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. അത്ര എത്തൂലാണെന്ന് പറഞ്ഞാൽ പലിശയുടെ ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. അതിന് അള്ളാഹിനോട് റസൂലോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. യുദ്ധം പ്രഖ്യാപിക്കാറിനാ എന്താ കേസ്? അള്ളാഹിനോട് റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞതെന്താ? പലിശയുമായി ബന്ധപ്പെട്ട ആൾ തൗബ ചെയ്യാതെ മരിച്ചു പോകുകയാണെങ്കിൽ അവൻ മരിച്ചു പോകുന്നത് വളരെ മീത്തത്തുൻ സയ്യ, ദുർമരണായിരിക്കും സംഭവിക്കാനാണ്. അവരെ ദീനേ നശിച്ചുപോയി. ഇനി ദുന്യാവെന്ന് ഒരാൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ മൂമിനായി മരിച്ചു പോണ്ടേ? നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹം എന്താണ്? തൗഫനി മുസ്ലിമ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ എന്നാണ്. എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ, സദ്വൃത്തരോടൊപ്പം നീ എന്നെ ചേർത്ത് തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളുണ്ടോ നമുക്ക്? അതാഗ്രഹിക്കാത്ത ഏത് സ്ത്രീ പുരുഷന്മാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? നമ്മുടെ ജീവനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ ആദർശം നിലനിൽക്കണമെന്നുള്ളത്? അതാണ് പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ടെന്താ? അപ്പോൾ ഒരു ദുർമരണം ഉണ്ടാവുക, ദീനും ദുന്യാവൊക്കെയാണ് നശിച്ചു പോയി, എല്ലാം കഴിഞ്ഞ് ഒരു മോശപ്പെട്ട പര്യവസാനം ഒരാൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ കാര്യം പോയി. പിന്നെ അള്ളാഹിനോട് റസൂലിനോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അതാണ് സംഭവിക്കുക. അതുകൊണ്ട് ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ഈ വിഷയങ്ങളൊക്കെ പഠിക്കണം. ഇനി സഹോദരന്മാരെ, ഈ ശബ്ദം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും പലിശ വരുന്ന വഴികളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ട്, പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടാകും. ഓരോ വിഷയങ്ങളിലും ഇന്ന് പലിശയുമായി വ്യക്തമായി പലിശയായി മാറി വരുന്ന ഒരുപാട് സംഗതികൾ ഇന്ന് സമൂഹം ഇടപെടുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും അറിയാം, പലിശ അങ്ങോട്ട് കൊടുത്തിട്ട് ഇപ്പം എല്ലാവരും പല ആളുകളും ജ്വല്ലറികളിൽ പൈസ കൊടുക്കും. ജ്വല്ലറികളിൽ മാത്രമല്ല, ടെക്സ്റ്റൈൽസുകളിലോ ഏതെങ്കിലുമൊക്കെ കച്ചവടത്തിലേക്ക് ഞാൻ എൻ്റെ 1,00,000 രൂപ ഞാൻ കൊടുക്കുകയാണ്. 1,00,000 രൂപ ഞാൻ കൊടുക്കുമ്പോൾ എന്താ അയാളുമായിട്ടുള്ള എൻ്റെ ഡിമാൻഡ് എന്താണ്? എൻ്റെ ആവശ്യം എന്താണ്? കണ്ടീഷൻ എന്താണ്?
അയാൾ എന്നോട് പറയണേ, ഞാൻ നിങ്ങൾക്ക് മാസം 5000 റുപ്യ വീതം തരും. നിങ്ങളൊരു 1,00,000 ദിർഹം തന്നാൽ ഞാൻ നിങ്ങൾക്ക് മാസാന്ത 5000 റുപ്യ തരും. അത് ഫിക്സഡ് ആണോ? ആ ഫിക്സഡാ. 5000 റുപ്യ നിങ്ങൾക്ക് എന്തായാലും തരും. അപ്പോൾ കൂടിയാൽ കൂടുമോ? ഇല്ല. കുറഞ്ഞാൽ കുറയോ? ഇല്ല. കൂടിയാലും കൂടിയില്ലെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഞാൻ 5000 തരും. അങ്ങനെ നിങ്ങൾക്ക് പറ്റണേ? അത് നമുക്കറിയാം, നമ്മളെ കച്ചവടത്തിൽ അങ്ങനെ വരുള്ളൂ. നമ്മളെ കച്ചവടത്തിൽ ഇന്ന് വരെ അങ്ങനെ ലാഭത്തിലേ പോയിട്ടുള്ളൂ. അവിടെ നിങ്ങൾ എന്തിനാ ബേജാറാണ്? നിങ്ങൾക്ക് 5000 കിട്ടിയാൽ പോരെ? അതെ, 5000 കിട്ടിയാൽ മതി. പിന്നെ നഷ്ടമായാലും ലാഭമായാലും നിങ്ങൾ ആവശ്യമാകുമ്പോൾ ഞാനോട് പറയും, അപ്പം എൻ്റെ ക്യാപിറ്റൽ നിങ്ങൾ തിരിച്ചു തരും വേണം. ശുദ്ധ തനിച്ച ഹറാമായ ഇടപാടാണിത്. ഈ ബിസിനസ് ഒരുപാട് ആൾക്കാർ നടത്തുന്നുണ്ട്. കച്ചവടത്തിലേക്ക് പൈസ കൊടുക്കുക എന്നാ പറയാം. അത് കച്ചവടമല്ലാതെ രൂപയാണ്. പൈസ കൊടുക്കുക, എന്നിട്ട് ഫിക്സഡ് പിന്നെ ഞാൻ തിരിച്ചു വാങ്ങുക. 1,00,000 ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അതുകൊണ്ട് എനിക്കുള്ള ബെനിഫിറ്റ്? എന്തൊക്കെയാണ്? എനിക്ക് മാസാന്തം ഫിക്സഡ് ഒരു എമൗണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് ആവശ്യമാകുമ്പോൾ ഒരു മാസം മുമ്പ് ഞാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 മാസം മുമ്പ് പറഞ്ഞാൽ മതി. ഞാൻ കൊടുത്ത ക്യാപിറ്റൽ ലാഭമായോ നഷ്ടമായോ എന്നൊന്നും ഞാൻ അറിയൂല. എനിക്കത് ഫുള്ള് തിരിച്ചു കിട്ടുകയും ചെയ്യും. ശുദ്ധമായ പലിശയാണ്, തനിച്ച ഹറാമാണ്. ആരെങ്കിലും അത്ര ഇടപാടിലുണ്ടെങ്കിൽ വേഗം അതിൽ നിന്ന് വിരമിക്കലാണ് നല്ലത്. ഇനി അതേപോലെ തന്നെ പൊന്ന് ജ്വല്ലറികളിൽ കൊണ്ടുപോയിട്ട് ആളുകൾ കാശ് കൊടുക്കും. ജ്വല്ലറികൾ കൊടുത്തിട്ട് ഇപ്പം ഞാനൊരു 1,00,000 റുപ്യക്ക് എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പോൾ 10,00,000 റുപ്യ ജ്വല്ലറി കൊടുക്കുകയാണ്. എന്താ എന്നോടുള്ള കരാർ? എന്താണ്? നിങ്ങൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ചിലപ്പോൾ 10 വയസ്സായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ 20 വയസ്സാകുമ്പോൾ മോളെ കല്യാണം. അപ്പോൾ എനിക്ക് അന്ന് പൊന്നെടുക്കുമ്പോൾ ഒരുപാട് വിലയാവും. അപ്പോൾ ഇന്ന് ഞാൻ 10 ലക്ഷം റുപ്യ കൊടുക്കുകയാണ്. ഇന്നിപ്പോൾ 10 ലക്ഷത്തിന് 10 പവൻ കിട്ടും. ഇന്നിപ്പോൾ അവിടേക്ക് എത്താൻ പോവുകയാണല്ലോ, അള്ളാഹ് കാക്കട്ടെ. എന്തായാലും അവിടേക്ക് എത്താൻ പോവുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ 10 ലക്ഷം. അപ്പോൾ എൻ്റെ ഡിമാൻഡ് എന്താണ്? 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഞാൻ വാങ്ങുമ്പോൾ ചിലപ്പോൾ 1.5 ലക്ഷം 10 ലക്ഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോഴും നിങ്ങൾ തരുമ്പോൾ എന്ത് ചെയ്യണം? ഇതേ പൊന്നിൻ്റെ ഈ ഇന്നത്തെ റേറ്റിന് അന്ന് തരണം. ഒരു ഡിമാൻഡ് അങ്ങനെ ഉണ്ട്. ഞാൻ തരും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. ജ്വല്ലറിക്കാർ പറയും ആയിക്കോട്ടെ, ഞാൻ എന്താ അതിൻ്റെ പൊരുളൊന്നും നമുക്കറിയില്ല. അത് ആ ബിസിനസ് ചെയ്യുന്നവരോടൊന്ന് ചോദിച്ചു നോക്കണം, എന്താ നിങ്ങൾക്ക് കയ്യിലുള്ള ബെനിഫിറ്റ് നമുക്കറിയില്ല. പക്ഷേ ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ. ഈ സ്വർണം കച്ചവടം, സ്വർണം 6 വസ്തുക്കൾ കൃത്യമായ പലിശയുടെ ഇനങ്ങളായിട്ട് എണ്ണിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല്. ഒന്ന് സ്വർണ്ണമാണ്, ഒന്ന് വെള്ളിയാണ്, മറ്റൊന്ന് ഗോതമ്പാണ്, മറ്റൊന്ന് ബാർലിയാണ്, അതുപോലെ തന്നെ കാരക്കയാണ്, മറ്റൊന്ന് ഉപ്പാണ്. ഈ 4 ഞാൻ ഒഴിവാക്കുകയാണ്. ഈ ഇടപാടൊന്നും ഇപ്പോൾ നമ്മൾ സാധാരണ നടത്താറില്ല. ഗോതമ്പത്തിന് പകരം ഗോതമ്പം വാങ്ങുക, അരിക്ക് പകരം അരി വാങ്ങുക, ഉപ്പിന് പകരം ഉപ്പ് വാങ്ങുക. അതൊക്കെ പണ്ട് നമ്മൾ വേലിയുടെ ഭാഗത്തും മതിലിൻ്റെ ഭാഗത്തും പോയി നിന്നിട്ട് കദീസുട്ടിയെ ഒരു കല്ല് ഒരു ചിരട്ടക്കപ്പിൽ ഇത്തിരി ഉപ്പുതാ, നാളെ ഞാൻ അങ്ങോട്ട് തരാം, ആ കാലമൊക്കെ പോയി. ഇന്നിപ്പോൾ ഇടപാടുകളൊക്കെ വളരെ AI-വൽക്കരിച്ചു. ഏറ്റവും വലിയ ടെക്നോളജിയുടെ കാലത്ത് ഇന്നിപ്പോൾ ഉപ്പിൻ്റെയും ബാർലിയുടെയും കഥയൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് സമയം കളയേണ്ടതില്ല. നമുക്കിന്ന് പൊന്നിൻ്റെ കഥ തന്നെ പറയേണ്ടത്. പൊന്നെന്താ ചെയ്യുന്നത്? പൊന്നിന് ഇസ്ലാമിൻ്റെ നിയമമാണ്. പൊന്ന് കച്ചവടം നടക്കുകയാണെങ്കിൽ പൊന്നും തമ്മിലാണോ ഇടപാട്? അത് ദഹബു ബി ദഹബി യദൻ ബി യദിൻ സവാ അൻ ബി സവാ എന്നാണ് പച്ചയായി ഹദീസിൽ പറഞ്ഞതാ. അതിന് ആരെന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ പറയുന്നത് എന്തിനാ അറിയോ? നമ്മളിത് പറഞ്ഞതിന് ഒരു ലേഡിയാണ്, പിന്നെ അതിൻ്റെ വയസ്സൊന്നും ഞാൻ കേൾപ്പിക്കുന്നുണ്ട്, എൻ്റെ അടുത്തുണ്ട്. ഇവരൊക്കെ എവിടുന്ന് നീറ്റ് വരിക? ഇവരൊക്കെ പുറേ ഫത്വ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ. നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ കെട്ടിച്ചത് എങ്ങനെ? പണ്ട് നമ്മളെ പൊന്നാൻ കൊടുത്തിട്ട്, ജ്വല്ലറിയിൽ നിന്നാണ് കൊടുത്തിട്ട്, സമയമാകുമ്പോൾ നമുക്ക് ആ അളവിലുള്ള പൊന്നിട്ട് തന്നിട്ടല്ലേ. അപ്പം തന്നെ കൊടുക്കുമ്പോൾ തന്നെ പൊന്നിന് കിട്ടിയിട്ടൊന്നുമല്ലോ. ഇവരിപ്പോൾ കുറേ മൂലന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ. ആയിക്കോട്ടെ, അപ്പോൾ അതാ പറയുന്നത്. അങ്ങനെ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അദ്ദഹബു ബിൽ ദഹബി, സ്വർണ്ണത്തിന് പകരം കൊടുക്കുകയാണോ? 3 നിബന്ധന അവിടെ ഉണ്ട്. ഒന്ന് മുമാസലത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മുമാസലത്ത് എന്ന് പറഞ്ഞാൽ പൊന്ന് കൊടുക്കുന്നോ പൊന്നും തമ്മിൽ കൈമാറുമ്പോൾ തുല്യ അളവിലായിരിക്കണം എന്ന്. തൂക്കം വ്യത്യാസം ഉണ്ടാകാൻ പറ്റൂല. അതേപോലെ തന്നെ എന്ത് വേണം? അവിടെ കബുള് വേണം. കബുള് അപ്പം തന്നെ അവിടുന്ന് സദസ്സിന്ന് പിരിയണീൻ്റെ മുമ്പ് തന്നെ ആ ഇടപാട് തീരണം. എന്ന് പറഞ്ഞാൽ പൈസ ആണ് അങ്ങോട്ട് കൈമാറ്റാണ് പൂർത്തിയാവണം. അതായത് ഇപ്പം കൊടുത്തിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങലല്ല. ഇപ്പം കൊടുക്കുക, 10 കൊല്ലം കഴിഞ്ഞിട്ട് സ്വർണ്ണം വാങ്ങുക. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പൊന്ന് കൈപ്പറ്റിയ പൈസ ഞാൻ പിന്നെ തരാം. അങ്ങനെയുണ്ട്. പാവങ്ങൾ അങ്ങനെയാണോ? പാവങ്ങൾക്ക് ഹൈർ കിട്ടണം എല്ലാം ഇവർ മുടക്കുന്നാണ് പറയുന്നത്. ആ വയസ്സിലും കൂടി അതുണ്ട്. അപ്പോൾ കല്യാണത്തിന് ജ്വല്ലറിക്കാർ പൊന്ന് കടം കൊടുക്കും. അങ്ങനെ പൊന്ന് 10 പവൻ വാങ്ങി ഉണ്ടാവുമ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കുക. അതും പറ്റൂല എന്നാ അവർ ഈ പറയുന്നത്. നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ഇസ്ലാമിനോട് ചോദിക്ക്, എന്താ അതിൻ്റെ ഹിക്മത്ത്? അള്ളാഹു ആലം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ് ഈ നിയമമുണ്ട്. എന്ത്? അവിടുന്ന് കൈമാറ്റം ചെയ്യണം. അതേപോലെ തന്നെ അത് റൊക്കമായിരിക്കണം. അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവധി നിശ്ചയിക്കുന്ന പരിപാടി ഈ വിഷയത്തിൽ ഇല്ല. ആ 3 നിയമങ്ങളും ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ അവധി പാടില്ല. പിന്നെ എന്താവണം? പിന്നെ ഈ തുല്യമായിരിക്കണം. ഏത് സ്വർണവും കൂടി പറയുമ്പോഴാട്ടോ, സ്വർണ്ണവും വെള്ളിയും കൂടിയുള്ള ഇടപാടിൽ തുല്യമാക്കാൻ പറ്റൂല. അവിടെ ആ നിയമം മാത്രം പോകും. 2 നിയമങ്ങൾ ബാക്കിയാകും. എന്ത്? അവധി പാടില്ല എന്നുള്ളതും സദസ്സ് പിരിയുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്തു കൈമാറണം എന്നുള്ള 2 ഉപാധിയും സ്വർണവും വെള്ളിയും തമ്മിൽ കരാറ് നടക്കുന്നിടത്തുണ്ട്. അതേ അവസരത്തിൽ സ്വർണവും വെള്ളിയാണോ കച്ചവടം നടക്കുന്നത് എങ്കിൽ 3 ഉപാധിയുമുണ്ട്. അതിപ്പോൾ എങ്ങനെ നമ്മളെ ബാധിക്കൽ? നമ്മളല്ലോണം ബാധിക്കുന്നുണ്ട്. പെണ്ണുങ്ങളൊക്കെ പരിപാടി എന്താണ്? പഴയ പൊന്ന് കൊണ്ടുപോയിട്ട് ജ്വല്ലറി കൊടുത്തിട്ട് പുതിയ പൊന്നിന് വാങ്ങും. പഴയ പൊന്ന് കൊടുത്തിട്ട് പുതിയ പൊന്ന് വാങ്ങുക. കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പഴയ 10 പവനാണോ കൊടുത്തത്, എന്നാൽ പുതിയ 10 പവനാണ് കിട്ടുമോ? എന്നാൽ കുഴപ്പമില്ല. അതിപ്പോൾ എങ്ങനെ കിട്ടുക?
നിങ്ങൾക്ക് എന്താ തലക്ക് സുഖല്ലേ? എന്നാൽ വേണ്ട. എന്നാൽ പിന്നെ അതിനുള്ള വഴി എന്താ ഇസ്ലാം പറഞ്ഞത്? നിങ്ങളെ 10 പവൻ ജ്വല്ലറിയിലാണ് കൊടുക്കുക, തൂക്ക് എന്ന് പറയാം. സെയിൽസ്മാൻ തൂക്കട്ടെ, തൂക്കിയിട്ട് ഇങ്ങനെ റേറ്റ് കണക്കാക്കി എത്ര അതിൻ്റെ സംഖ്യ ഇത്ര കാശാണ്, ആ കാശിന് വാങ്ങുക. ആ കാശിന് വാങ്ങി കൈപ്പറ്റിയിട്ട് പറയാം, ഇനി എനിക്ക് ആ ചെയിൻ വേണം, ഈ വള വേണം, ഈ കമ്മൽ വേണം, അതാണ് വാങ്ങിക്കോ, തൂക്കിക്കോ, വിലന് കൊടുത്തോ, ഒരു പ്രശ്നമല്ല. എന്താ അത് ചെയ്യാനൊരു മടി? എന്താ അത് ചെയ്യാനൊരു പ്രയാസം? അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പൊന്നും പുതിയ പൊന്നും കൂടി വാങ്ങുന്ന ഇടപാട് നല്ലോണം നടക്കുന്നുണ്ട്. അത് പൊന്നും തമ്മിൽ കൈമാറുകയാണെങ്കിൽ ഈ നിയമമൊക്കെ ബാധകമാവും. അതല്ലയോ നിങ്ങൾ പഴയ പൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ വില കൈപ്പറ്റി അത് ബില്ല് എഴുതിയിട്ട് വെച്ചാൽ പോരാ. അത് ബില്ല് എഴുതി വെച്ചാൽ പോരാന്ന് പണ്ഡിതന്മാരോട് പറയേണ്ടത്. ബില്ല് എഴുതിയോണ്ട് കാര്യമായില്ല. നിങ്ങൾ പൈസയാണ് വാങ്ങിക്കോ, പൈസയാണ് വാങ്ങിയിട്ട് ഇനി അടുത്തത് പുതിയത് പൊന്നെടുക്ക്, ഇതാ അതിൻ്റെ വില. അങ്ങനെയുള്ള ഇടപാടാണ് അതിൽ നടത്തേണ്ടത്. സ്വർണ്ണക്കുറികളിൽ നിന്ന് ജ്വല്ലറികൾ നടത്തുന്ന അധിക സ്വർണ്ണക്കുറികളിലും നമ്മളെ പെങ്ങന്മാർ, പെണ്ണുങ്ങൾ, ഭാര്യമാർ, എല്ലാ സഹോദരിമാരും ഇന്ന് അതിൽ കൂടിയിരിക്കുകയാണ്. ഒക്കെ പ്രശ്നം എന്താണ്? ഇസ്ലാം നിശ്ചയിച്ച ആ കച്ചവടം ഹലാലാകണമെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള 3 നിബന്ധനകളും ഇവിടെ പൊളിച്ചു കളയണം. 3 നിബന്ധനയും പൊളിച്ചു കളയണം. കൈമാറ്റം നടക്കുന്നില്ല, അപ്പളക്കപ്പള കൈമാറുന്നില്ല. പിന്നെ അവർ നിശ്ചയിക്കുകയാണ്, ഒന്നുകിൽ ആദ്യം പൊന്ന് കൈപ്പറ്റും, പണം പിന്നെ കൊടുക്കും, അല്ലെങ്കിൽ ആദ്യം പണം ഡെപ്പോസിറ്റും, പൊന്ന് പിന്നീട് കൈപ്പറ്റും. ഈ രീതിയിലൊന്നും ആ മേഖലയിൽ പാടില്ല. അത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരിടപാടാണ്, ഇതിപ്പോൾ പൊന്നിൻ്റെ കാര്യം. ഇതാണ് ഇപ്പോൾ നാട്ടുനടപ്പായിട്ട് അധികം നടക്കുന്ന സംഗതി. ഇനി കടപ്പലിശ, റിബൽ ഖർദ് എന്നാണ് അതിന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായ പ്രയോഗം. അത് കടപ്പലിശ. ഈ കടപ്പലിശ എന്ന് പറയുമ്പോൾ കടം കൊടുക്കുമ്പോൾ അതിൽ നേർക്കുനേരെ കൃത്യമായിട്ട് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഗതിയാണ്. 1 ലക്ഷം റുപ്യ ഞാൻ തരുന്നു, അടുത്ത 1-ാം തീയതി എനിക്ക് തിരിച്ചു വരുമ്പോൾ 1.25 തരണം, പലിശയാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. അതേ അവസരത്തിൽ ഇടപാട് ഞാൻ നടത്തി, ആ ഇടപാടിൻ്റെ പേരിൽ ഞാൻ വല്ല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും പറ്റുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കുല്ലു മൻഫഅത്തിൻ, കുല്ലു ഖർദിൻ, ഏത് കടമിടപാടാവട്ടെ, കടം കൊടുത്ത വ്യക്തി തന്നിൽ നിന്ന് കടം സ്വീകരിച്ച ആളോട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മൻഫഅത്ത് അയാൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഫഹുവ റിബ, അതും പലിശയാണ്. അപ്പോൾ എനിക്കൊരു 5 ലക്ഷം റുപ്യ കടം കിട്ടണം. ഞങ്ങളോട് വന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ എനിക്ക് തരുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്, നിങ്ങളാണെങ്കിൽ 2 മാസത്തിന് ലീവിന് നാട്ടിൽ വന്നിക്കുക, നിങ്ങൾ ലീവിന് നാട്ടിൽ വന്നിക്കണം. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇത് റെൻ്റേ കാർ എടുക്കുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. അത് നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 2 മാസങ്ങൾ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മോട്ടോർ ബൈക്ക് അല്ലെങ്കിൽ എൻ്റെ കാറ് അല്ലെങ്കിൽ എൻ്റെ ഇന്നോവ ഇപ്പോൾ കുടുംബസമേതം അടിച്ച് പൊളിച്ചോളിന്ന്, അതിന് നിങ്ങൾ എനിക്ക് വാടകയൊന്നും തരണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 5 ലക്ഷം റുപ്യ എനിക്ക് കടം തന്നാൽ മതി. ആ പൈസ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇന്നോവ വിട്ട് തന്നാൽ നിങ്ങൾ അതിൽ കയറിപ്പോവും ചെയ്യുമല്ലോ. ശുദ്ധമായ പലിശയാണ്. ഈ ഇടപാട് എത്ര ആൾക്കാർ നടത്തുന്നുണ്ട്? എത്രയോ പേര് നടത്തുന്നുണ്ട്. എന്താ അതിനൊരു പ്രശ്നം? അപ്പം ഞാൻ 5 ലക്ഷം കൊടുത്തതിന് ഞാൻ ആ കൊടുത്ത ആളെടുത്തുനിന്ന് ആനുകൂല്യം ഞാൻ പറ്റി. അത് വാഹനത്തിന് മാത്രം ബാധകമല്ല, സാധാരണഗതിയിൽ നടക്കുന്നുണ്ട് ബിൽഡിങ്ങുകളിൽ മേൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ അടുത്ത് വായ്പ വാങ്ങുമ്പോൾ ഞങ്ങൾക്ക് വായ്പ തിരിച്ചു തരും, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്താണ്, എൻ്റെ ഒരു വീടുണ്ട്, ഈ ഉപയോഗിച്ചോ, വാടകയൊന്നും തരണ്ടാന്ന്, ഈ വീട് ഉപയോഗിച്ചോ, ഞാൻ ആ പൈസ തരുമ്പോൾ വീട് ഒഴിഞ്ഞു തന്നാൽ മതി. പലിശയാണ്. ഇത് ചില ജില്ലകളിൽ നിർമ്മാണം നടക്കുന്നു, മറ്റു ചില ജില്ലകളിൽ വേറെ ചില രൂപങ്ങളിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. എല്ലായിടങ്ങളിലും സംഗതി നടക്കുന്നുണ്ട്, പലിശയാണ്. ഇതാ കാരണം, ഇത് കടമിടപാടാണിത്. കടമിടപാടിൽ ഞാൻ കടം എന്നിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിയോട് ആനുകൂല്യം പറ്റുന്നു. അതുകൊണ്ടാണ് ഫുഖഹാ അവിടെ കൃത്യമായ ഒരു അസ്ല് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ചിരുന്നു. കുല്ലു ഖർദിൻ, ഏത് വായ്പയായാലും വായ്പ വാങ്ങിയ ആളോട് ആനുകൂല്യങ്ങൾ വല്ലതും കൊടുത്തവൻ പറ്റുന്നുവെങ്കിൽ ഫഹുവ റിബ, അത് പലിശയാണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഓർത്ത് നോട്ട് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്, പിന്നെ കച്ചവടമാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കച്ചവടമാകണമെങ്കിൽ ലാഭനഷ്ടത്തിൽ നമ്മൾ തുല്യ പങ്കാളികളാവണം. അതായത് ലാഭത്തിൻ്റെ ഒരു വിഹിതം നിശ്ചയിക്കുക. എനിക്കിപ്പോൾ ഒരാളുടെ കയ്യിൽ 1 ലക്ഷം റുപ്യ കൊടുക്കുക, അതിന് ഞാനതിൽ ശരിക്കത്ത് ഞാൻ കൂറുകാരനാകുമ്പോൾ പിന്നെ എനിക്ക് നിശ്ചയിക്കുക, അയാൾക്ക് ഞാനാണ് പൈസ മുടക്കുന്നത്, അയാൾക്ക് കച്ചവടം നടത്താനേ അറിയുള്ളൂ. അയാൾ വെറും പണിയാണ്, എൻ്റെതാണ് പണം, അങ്ങനെ മനസ്സിലാക്കിക്കോളി. ഞാൻ പണം കൊടുത്തു, അയാൾ പണിയാണ് ചെയ്യുന്നത്. അയാളുടെ അധ്വാനം, എഫർട്ട് എന്താണ്? അയാളുടെ പണിയാണ്, അയാൾക്ക് പണം ചിലവില്ല. അപ്പം ഞാനും അയാളോട്ട് എങ്ങനെയായിരിക്കണം കണ്ടീഷൻ? എനിക്ക് പറയാം, 1 ലക്ഷം റുപ്യ നിങ്ങളിത് കച്ചവടം നടത്തിക്കോളി. അപ്പോൾ അയാളോട് എനിക്ക് എന്ത് പറയാം, ലാഭവിഹിതത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് 10% തരണം. നിങ്ങൾക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് 10% തരാം. വേണമെങ്കിൽ 90% നിങ്ങൾ എടുത്തോളി. കാരണം അയാൾക്ക് എന്താണ്, അയാൾ അധ്വാനിക്കണമല്ലോ. ഞാൻ അധ്വാനിക്കുന്നില്ല, ഞാൻ പൈസയും കൊടുത്ത് ഞാൻ കയറിപ്പോരാണ്.
പിന്നെ അതിൻ്റെ എല്ലാവരും വരായിക അയാൾ അനുഭവിക്കുന്നത്. അപ്പോൾ അയാൾ അധ്വാനിക്കുന്നു എന്നുള്ളതിന് എന്ത് ചെയ്യാം, അയാൾ കൂടുതൽ ശതമാനം എടുത്തോട്ടെ. അതേ അവസരത്തിൽ നിങ്ങളും ഇത്ര ശതമാനം എടുത്തോളിൻ. പിന്നെ അതിൻ്റെ പുറമുണ്ട് അതിലെ ചില കള്ളക്കടത്ത് അതിൻ്റെ അടിയിൽ നടക്കാറുണ്ട്. അതെന്താണ്, ഈ കച്ചവടം നടത്തുന്ന ആളെന്ത് ചെയ്യും, ശമ്പളം എന്ന് പറഞ്ഞിട്ട് അയാളൊരു വിഹിതം വേറെ എടുക്കും. അത് പാടില്ലാത്തതാണ്, ആ ഇടപാട് പാടില്ല. ഞാനൊരാൾക്ക് പൈസ കൊടുത്ത് അയാൾക്ക് അതിൽ പൈസ ഒന്നുമില്ല, എൻ്റെതാണ് പണം മുഴുവനും, അയാൾ നടത്തിപ്പുകാരൻ മാത്രമാണെങ്കിൽ ലാഭവിഹിതത്തിലെ ശതമാനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ നിശ്ചയിക്കാമെന്നുള്ളതല്ലാതെ അയാൾക്ക് അതിൻ്റെയും പുറമെ ഞാനാണ് കച്ചവടം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഞാനതിൽ നിന്നൊരു സാലറി പ്രത്യേകം എടുക്കുക എന്നുള്ള രീതി ഈ ഇടപാടിൽ അനുവദിക്കപ്പെട്ടതല്ല. അപ്പോൾ പിന്നെ എന്തിനാ അയാൾ നടത്തണമെന്നല്ലേ പിന്നെ അടുത്ത ചോദ്യം വരിക, പിന്നെ എന്തിനാ അയാൾ നടത്തണം? അതിനാ ഞാൻ പറഞ്ഞത്, അതിനാ ആദ്യം പറഞ്ഞത് എന്ത്, നിങ്ങൾ ആദ്യം തന്നെ കരാറിൽ എന്ത് ചെയ്തോ, ശതമാനത്തിൽ വ്യത്യാസം വരുത്തിക്കോ. നിങ്ങളാണ് പൈസ കൊടുത്തത്, നിങ്ങൾ 10% വാങ്ങിക്കോ. ഞാനൊരു ഉദാഹരണം പറയുന്നത്, നിങ്ങൾ 10% ലാഭവും 90% നിങ്ങൾ എടുത്തോളി, പിന്നെന്താ ആൾക്ക് നഷ്ടം വരാനുള്ളത്? അപ്പം അതാണ് അതിലെ ആ വിധത്തിൽ അനുവദിക്കപ്പെടുന്ന രീതി. അപ്പം അതുകൊണ്ട് ആ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. പിന്നെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് മറ്റൊരു വിഷയം നമ്മൾ പഠിക്കേണ്ടത്. ഇൻസ്റ്റാൾമെൻറ്റ്, തഖ്സീത്ത് എന്ന അറബിയിൽ പറയുന്ന മറ്റൊരു ഇടപാടുണ്ട്, ഇൻസ്റ്റാൾമെൻറ്റ് ഇന്ന് പിന്നെ IME ഇടപാടുകളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വാഹന ബിസിനസ് മേഖലയിലൊക്കെ IME ധാരാളമായിട്ട് നടക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ. അതിൽ അനുവദിക്കപ്പെടുന്ന രീതി എന്ന് പറയുന്നത് ഒരൊറ്റ രീതിയാണ്. അതായത് എനിക്കൊരു വാഹനം വേണം, ഞാൻ കമ്പനിയുടെ ഷോറൂമിൽ പോയിട്ട് ഞാനും അയാളുമായിട്ടാണ് ഇടപാട്. അയാളുടെ ഷോറൂമിലുള്ള കാർ എനിക്ക് വാങ്ങണം, 5 ലക്ഷം റുപ്യ 10 ലക്ഷം റുപ്യാണ്, ഞാനത് വാങ്ങുന്നു, അയാൾ എനിക്ക് തരികയാണ്. അയാൾ നിശ്ചയിക്കുകയാണ്, ഇപ്പം റൊക്കമാണെങ്കിൽ 10 ലക്ഷത്തിന് നിങ്ങൾക്കത് വാങ്ങാം, അതല്ല ഒരു 5 കൊല്ലം കൊണ്ട് നിങ്ങൾ അടവാണോ എങ്കിൽ മാസാന്തം നിങ്ങൾ ഇത്ര അടച്ച് ഞാനിപ്പോൾ അതിന് 15 നിശ്ചയിക്കുകയാണ്, 10 ഉള്ള കാറിന് 15 ലക്ഷം ഞാൻ നിശ്ചയിക്കണം. അത് അയാൾക്ക് അധികാരമുണ്ട്, അവിടെ വെച്ചിട്ടുള്ള കച്ചവടത്തിൻ്റെ ഇടപാടാണത്. 10 ലക്ഷം ഉറുപ്പിക വിലയുള്ളൊരു സംഗതി റൊക്കം കൊടുക്കുകയാണെങ്കിൽ ഒരു വിലയും, അവധിക്ക് കുറേ നീട്ടിയിട്ടാണ് അടവിനാണെങ്കിൽ വേറൊരു വിലയും നിശ്ചയിക്കാൻ ആ സ്വത്തിൻ്റെ ഉടമയ്ക്ക് അധികാരമുണ്ട്. അവിടെ അയാൾ ചെയ്തോട്ടെ, ഞാൻ ഈ സമ്പത്താണെങ്കിൽ വാങ്ങിയാൽ മതി, അതിൽ പലിശയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. അങ്ങനെ ഞാൻ കൊടുക്കുക, അയാളുമായി ഞാനുമായിട്ടാണ് ആ ഡീൽ നടക്കുന്നതെങ്കിൽ എനിക്കെന്ത് ചെയ്യാം, അങ്ങനെ അടവിന് കൃത്യമായിട്ട് എനിക്കത് എടുക്കാം. പക്ഷേ അവിടെ 2 കണ്ടീഷൻ ഉണ്ട്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൂന്നാം കക്ഷി അതിൽ ഇടപെടാൻ പാടില്ല. മാത്രമല്ല ഇയാളോട് നമ്മളുടെ കടമ എന്താണ്, കൃത്യസമയത്ത് നമ്മൾ അടക്കും. അടച്ചില്ലെങ്കിലോ ഫൈൻ കൊടുക്കാനൊന്നും പറ്റൂല. അടച്ചില്ലെങ്കിൽ ഫൈനൊന്നുമില്ല, അടച്ചില്ലെങ്കിൽ കടത്തിൻ്റെ സംഖ്യ കൂടാനും പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അതൊക്കെ ഈ പിന്നെ ഇൻസ്റ്റാൾമെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അടവ് തെറ്റിയാൽ ഫൈന് പാടില്ല, അടവ് തെറ്റിയാൽ സംഖ്യ അധികമാവാനും പാടില്ല. ഫൈന് എന്നുള്ള പേരിലല്ലാതെ സംഖ്യ അധികരിപ്പിക്കാനും പാടില്ല. പിന്നെ ആരാപ്പതിന് നിൽക്കുക, പിന്നെ എങ്ങനെ ഇപ്പോൾ ഇയാളെ എടുക്കുന്നത് വസൂലാക്കുക? ഇയാൾ പിന്നെ അടവ് തെറ്റിയാലോ, അടവ് തെറ്റിച്ച് മുങ്ങിയാൽ എന്താ ചെയ്യുക? ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷോറൂം മുന്നോട്ട് പോകില്ല. വിവരം കെട്ട വർത്താനങ്ങളെ മൗലവിമാർ പറയുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, അതിനാണ് ഈട് വാങ്ങിയേക്കുക എന്ന് പറയും. ഈട് വാങ്ങും. ഞാനൊരു കാറിൻ്റെ ഓണർ, ഷോറൂമിൻ്റെ ഓണറാണെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് ഈ രൂപത്തിൽ വാങ്ങാൻ വരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു തിരിച്ചു തരാനുള്ള തൗഫീക്കുള്ള ഒരാളാണോ എന്നുള്ളൊരു പരിശോധന എനിക്ക് നടത്തുന്നത് ഇസ്ലാമിൽ ഹറാമൊന്നും ആക്കിയിട്ടില്ല. നിങ്ങൾക്കിത് എങ്ങനെ തിരിച്ചടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് എവിടെ ബാങ്കിൽ ഏതാ അക്കൗണ്ട്, നിങ്ങളെ ബാങ്ക് ബാലൻസ് കാണിക്കും. എനിക്കും ആ ബാങ്കുമായിട്ട് നിങ്ങളെ സമ്മതത്തോടു കൂടെ എനിക്കൊരു ഡീൽ ഉറപ്പിക്കാം. എന്ത്, മാസാമാസം ഇയാൾക്ക് ഇൻകം നിങ്ങളുടെ ബാങ്കിൽ വരുമ്പോൾ ഉടനെ തന്നെ എനിക്കുള്ള അടവ് എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങൾ അയച്ചു തരണമെന്ന് ബാങ്കുമായിട്ട് ഈ കസ്റ്റമറുടെ അനുവാദത്തോടു കൂടി ഒരു ഡീൽ നമുക്കുണ്ടാക്കാം. അങ്ങനെ ചെയ്യാം. ആ രൂപത്തിലൊക്കെ അത് വാങ്ങാനുള്ള ഈടോ ആ രൂപത്തിലുള്ള പണയ വസ്തുക്കളോ ഒക്കെ നമുക്ക് സ്വീകരിക്കാം. അതല്ലാതെ കണ്ട് അടവ് തെറ്റിയാൽ പിന്നെ ഇരട്ടിയാവും, ഇരട്ടിക്കറ്റിയാവും, അതൊക്കെ പലിശയാവും. മൂന്നാം കക്ഷി, ഇതിപ്പോൾ 2 ആൾ മാത്രമാകുമ്പോഴുള്ള ഇടപാടിലാണ് ഞാൻ പറയുന്നത്. ഇനി മൂന്നാം കക്ഷി ഉണ്ട്, മൂന്നാം കക്ഷിയും കൂടെ ഉണ്ടെങ്കിലോ സംഗതി ആകെ കുളാവും. മൂന്നാം കക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്കൊരു കാറ് വേണം, ഞാൻ ഷോറൂമിൽ പോയി, എൻ്റെ അടുത്താണെങ്കിൽ റൊക്കം കാശിനത് എടുക്കാനില്ല. അപ്പോൾ ഒരു മൂന്നാം കക്ഷീനെ ഇടപെട്ടിട്ട് പറയും, ഞങ്ങൾ ഇടക്കാം പൈസ, നിങ്ങൾ 10 ലക്ഷത്തിൻ്റെ കാറെല്ലാം കൊണ്ട് 10 ലക്ഷം ഞങ്ങൾ തരാം, പക്ഷേ എന്തുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചടക്കുമ്പോൾ 15 അടക്കണം. ഇത് നമ്മൾ ഷോറൂമിൻ്റെ ആളായിട്ടല്ല കരാറ്. അവിടെ രണ്ട് കണ്ടീഷനുകൾ അവിടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഷോറൂമിൻ്റെ ഉടമ കാറിൻ്റെ ഉടമയുമായിട്ടൊരു ഡീലിൽ നമ്മൾ ഒപ്പിടുന്നുണ്ട്. നമുക്ക് ഫൈനാൻഷ്യലായി കടം തന്ന ആളോട് നമ്മളൊരു ഡീലിൽ ഒപ്പിടുന്നുണ്ട്. ഈ കടം തന്നയാൾക്ക് നമ്മൾ എന്ത് ചെയ്യണേ, കടത്തിന് പലിശ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടപ്പലിശ അവിടെ വേറെ വരുന്നുണ്ട്. അതുകൊണ്ട് ഫൈനാൻസ് ഒരാൾ ഇറക്കുന്നു, മറ്റേത് കാറിൻ്റെ ആൾ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനത്തെ തഖ്സീത്ത്, അങ്ങനത്തെ രൂപത്തിലുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആണെങ്കിൽ അതും നമുക്ക് പാടില്ലാത്തതാണ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് അനുവദനീയല്ലേ എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ മൊത്തത്തിൽ അനുവദനീയാണ് എന്ന് കേട്ട പാട് പിന്നെ എല്ലാവരും കൂടി ഇനി വാഹനമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇൻസ്റ്റാൾമെൻറ്റിന് എടുക്കാൻ പോകണ്ട. ഇപ്പറയുന്ന നിയമങ്ങളൊക്കെ പാലിക്കാൻ കഴിയുമെങ്കിലാണ് ആ വിഷയത്തിൽ നമ്മൾ ആ രീതിക്ക് തയ്യാറാവേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് സഹോദരങ്ങളെ. പിന്നെ ജ്വല്ലറിക്കാർ പണിക്കൂലി ഒഴിവാക്കി തരാമെന്ന് പറയുന്ന ആ വിധത്തിലുള്ള ഇടപാടുകളുണ്ട്. ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഇതുമായി അറിയാവുന്ന
ഏതൊക്കെ ആളുകളുണ്ടോ അവരൊക്കെ അതുമായിട്ട് നമ്മളെക്കാൾ ആ വിഷയത്തിലൊക്കെ അഗ്രഗണ്യത നേടിയിട്ടുള്ള പണ്ഡിതന്മാരുണ്ട്. അവരോടൊക്കെ നല്ലോണം അന്വേഷിച്ചിട്ട് ഇത്തരം ഡീലുകളിൽ ഒപ്പിടാവൂ, ഇത്തരം ഇടപാടുകളിൽ പങ്കെടുക്കാവൂ എന്ന് മാത്രമാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ പോസ്റ്റ് ഓഫീസ് കുറി, പെണ്ണുങ്ങൾക്കൊക്കെ പോസ്റ്റ് ഓഫീസ് കുറിയുണ്ട്, കുടുംബശ്രീക്കാർ നടത്തുന്ന കുറികളുണ്ട്, ഒരുപാട് പല തരികിടകളും നമ്മുടെ നാട്ടിലുണ്ട്, ലേലക്കുറികളുണ്ട്, അങ്ങനെയുള്ള പലതും പലിശാധിഷ്ഠിതമായതുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര ഫൈനാൻഷ്യൽ ഇടപാടുകൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. എനിക്കറിയുന്നതും അറിയാത്തതും നിങ്ങൾക്കറിയുന്നതും അറിയാത്തതുമായിട്ട് ഒട്ടേറെ ഇടപാടുകളുണ്ട്. ഏതിടപാടുകൾ നടത്തുമ്പോഴും നന്നായി അത് സംബന്ധമായി ആലോചിച്ച് മാത്രം ഇടപെടുക. കാരണം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ പേടിച്ചുകൊള്ളുക എന്നാണ് വിശുദ്ധ ഖുർആനിൽ അവസാനമായി ഇറങ്ങിയ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും ഹലാലായ മാർഗത്തിലൂടെ മാത്രം ജീവിക്കുവാനും ഹറാമുകളിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ഹറാമുകളിലേക്ക് പോകാതെ ഹറാമായ രൂപത്തിലുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ ഖൈറും ബറക്കത്തും അവൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.